السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാന്യരായ സീറ പഠിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മത അതൊരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസീറ പഠിക്കാനും പ്രവാചകൻ്റെ തിരുചര്യകൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പുലർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി ഹിജ്റ 9 തന്നെയാണ് നമ്മളുള്ളത്. ഒരുപാട് സംഭവ ബഹുലമാണ് ഹിജ്റ 9 എന്ന് ഇതിനോടകം തന്നെ പല സംഭവങ്ങൾ, പല വഫ്ദുകൾ, പലതരത്തിലുള്ള ഗുണപാഠങ്ങളൊക്കെയായി നമ്മൾ മനസ്സിലാക്കി. ഇനിയും തബൂക്ക് യുദ്ധവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില വഫ്ദുകളും ഒക്കെ വന്നു കഴിഞ്ഞു. ഇനിയും ചില വഫ്ദുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എണ്ണമറ്റ വഫ്ദുകൾ വന്നു. ചില സീറ പണ്ഡിതന്മാർ അത് ഏകദേശം 60ഓളം വരും എന്ന് കണക്കാക്കിയിട്ടുണ്ട്. 60ഓളം വഫ്ദ് എന്ന് പറഞ്ഞാൽ 60ഓളം ഗോത്രങ്ങളുടെ പ്രതിനിധികളാണ്. അപ്പോൾ ഒരു വർഷം എത്രമാത്രം തിരക്കും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കുകളും ആളുകളെ സ്വീകരിക്കുകയും പുതിയ ആളുകൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വർഷമായിരുന്നു അതെന്ന് പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം ഒരു 60 വഫ്ദുകൾ ഒരു വർഷം വരുമെങ്കിൽ ഒരാഴ്ചയിൽ തന്നെ ഒരു വർഷത്തിൽ തന്നെ 52 ആഴ്ചയാണുള്ളത്. അപ്പോൾ ഒരാഴ്ചയിൽ ഒന്നിൽ കൂടുതൽ വഫ്ദ്, അല്ലെങ്കിൽ ഈ തബൂക്ക് യുദ്ധത്തിൽ തന്നെ കുറേ ദിവസങ്ങൾ അങ്ങനെ പോയി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം ഒരുപാട് തിരക്കേറിയ വർഷമായിരുന്നു. ഒരുപാട് പുതിയ സംഭവങ്ങൾ നടന്ന വർഷവുമായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ വെച്ച് വളരെ അപൂർവമായ ഒരു കാഴ്ചയ്ക്ക് ജീവിതകാലത്ത് ഭാഗ്യം ലഭിച്ച ഒരു സ്വഹാബിയുടെ അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ഒരു തുടക്കം പറഞ്ഞതുകൊണ്ടാണ്. അതാണ് ഈ വർഷം തബൂക്ക് യുദ്ധത്തിനൊക്കെ ശേഷം വന്ന ഫലസ്തീൻ പ്രദേശത്ത്, ഇന്നത്തെ ഫലസ്തീനിൽ ജീവിച്ചിരുന്ന ബനു ലഹ്മ് ഗോത്രക്കാരിൽപ്പെട്ട ദാരികൾ എന്നറിയപ്പെടുന്ന ആ ഗോത്രത്തിൻ്റെ വഫ്ദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ദാരിഗീൻ എന്നാണ് അവരുടെ ഗോത്രത്തിൻ്റെ പേര്. അവർ ക്രിസ്തുമത വിശ്വാസികളായിരുന്നു. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു, ഇസ്ലാം സ്വീകരിച്ചു. ആ ദാരികളിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു തമീം എന്ന് പേരുള്ളയാൾ. അതുകൊണ്ട് തന്നെ തമീമുദ്ദാരി എന്നാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വഹാബിമാരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കഥ പറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ, യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു സംഭവത്തെക്കുറിച്ചുള്ള കഥ. അദ്ദേഹം അപ്പോഴാണ് മുസ്ലിം ആകുന്നത്, പക്ഷെ അതിന് മുൻപുണ്ടായ കഥ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം കേട്ടു.
തമീം എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം വിശദമായി കേട്ടു. പിന്നെ അത് കേട്ടതിന് ശേഷം ഒരു സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളൊക്കെ പള്ളിയിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഫാത്തിമ ബിൻത്ത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ കഴിയും. സ്വഹാബി വനിതയാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇങ്ങനെ വിളിച്ചു പറയുന്നയാൾ, വിളംബരം ചെയ്യുന്നയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടു. അസ്സലാത്തു ജാമിഅ എന്നിങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടു. അപ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് പോയി, ഞാനും പള്ളിയിലേക്ക് പോയി. സ്വഹാബി വനിതയാണ്. ഫസല്ലൈതു മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിച്ചു സ്ത്രീകളുടെ ഭാഗത്ത്. ഫകുന്തു ഫി സഫിൻ നിസാഇ അല്ലതി തലി ദുഹൂറൽ ഖൗം, ഞാൻ വളരെ പെട്ടെന്ന് പുറപ്പെട്ട് ആദ്യം പള്ളിയിൽ എത്തിയത് കൊണ്ട് തന്നെ പുരുഷന്മാർക്ക് പിന്നിലുള്ള സ്ത്രീകളുടെ ഒന്നാമത്തെ സഫിൽ തന്നെയായിരുന്നു. പുരുഷന്മാർ കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾ തുടങ്ങുന്ന തുടക്കത്തിൽ തന്നെയായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. ഞാൻ അവിടെയാണ് നിസ്കരിച്ചത്, ഒന്നാമത്തെ സഫിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മിമ്പറിൽ കയറി പ്രവാചകൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആളുകളൊന്നും നിസ്കരിച്ച ആ സ്ഥലത്ത് നിന്ന് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് മാറിയിട്ട് പോലുമില്ല, അവരൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ലാഹു, എല്ലാവരും നിസ്കരിച്ച് അതേ സ്ഥലത്ത് തന്നെ ഇരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ച് തെറി ഇരിക്കരുത്, അവിടെ തന്നെ ഇരിക്കുക, സഫിൽ തന്നെ ഇരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയെന്ന് അറിയുമോ? സ്വഹാബിമാർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി വല്ലാഹി മാ ജമഅതുകും ലിറഗ്ബത്തിൻ വലാ ലിറഹ്ബത്തിൻ. ഇപ്പോൾ തബൂക്കൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി അടുത്ത ഏതെങ്കിലും ഒരു യുദ്ധം അത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ നിങ്ങളെ ഇവിടെ ഇപ്പോൾ തന്നെ ഇരിക്കാൻ വേണ്ടി ഇവിടെ ഒരു കൂടി ചേരലിന് വേണ്ടി നിങ്ങളോട് കൽപ്പിച്ചത്. വലാക്കിൻ ജമാഅതുകും, ഞാൻ നിങ്ങളോട് ഇവിടെ കൂടാൻ പറഞ്ഞത് ലിഅന്ന തമീമനിദ്ദാരി, തമീമുദ്ദാരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കാന റജുലൻ നസ്രാനിയൻ, അയാളൊരു ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. ഫജാഅ ഫബായ ഫഅസ്ലം, അയാൾ ഇപ്പോൾ ഇവിടെ വന്നു, എന്നോട് ബൈഅത്ത് ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. വഹദ്ദസനി ഹദീസൻ, അതുമാത്രമല്ല തമീം അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം എന്നോട് പറയുകയും ചെയ്തു. വാഫഖല്ലദീ കുന്തു ഉഹദ്ദിസുകും അൻ മസീഹിദ് ദജ്ജാൽ, ഇതുവരെ സ്വഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഘട്ടങ്ങളിലായി പഠിപ്പിച്ചു കൊടുത്ത അന്ത്യനാളിൽ വരാനിരിക്കുന്ന മസീഹുദ് ദജ്ജാൽ എന്ന അള്ളാഹുവിൻ്റെ വലിയ ഒരു ഫിത്നയെക്കുറിച്ച്, മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, കുറേ വിവരണങ്ങൾ ഞാൻ മസീഹുദ് ദജ്ജാലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതിനോട് യോജിക്കുന്ന ഒരു സംഭവം തമീം വന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമീമുദ്ദാരി റളിയല്ലാഹുവിൻ്റെ ഈ സംഭവം സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ കഥ ഇപ്രകാരമാണ്. ഹദ്ദസനി, തമീം എന്നോട് പറഞ്ഞു, തമീമും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ നഈമും, ഇവർ രണ്ടുപേരും ഏകദേശം ഒരു 10-30 ആളുകൾ വരുന്നൊരു യാത്രാ സംഘത്തിൽ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ബാധിച്ച് തിരമാലകൾ ഇങ്ങനെ കപ്പലിനെ കൊണ്ടുപോയി. അവസാനം ഏകദേശം ഒരു മാസത്തോളം വഴി അറിയാതെ കടലിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു ഇവരും ഈ കപ്പലും. അവസാനം ഇവർക്കൊരു കടലിലൊരു തുരുത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ദ്വീപ് എന്ന് പറയാൻ കഴിയുന്ന ഒരു കരപ്രദേശത്ത് ഇവരെത്തി. ഏകദേശം സൂര്യൻ അസ്തമിക്കാറാവുന്നൊരു സമയത്താണ് അവർ ആ ദ്വീപിലെത്തുന്നത്. അങ്ങനെ അവർ കപ്പൽ വലിയ കപ്പലാണ്. കപ്പലിൽ നിന്ന് തീരത്തേക്ക് പോകുന്ന ചെറു വഞ്ചികളുണ്ടാവും, ചെറു ബോട്ടുകൾ. അതിലൊരു ബോട്ടെടുത്ത്, ഒരു ചെറിയൊരു വഞ്ചി എടുത്ത് തീരത്തേക്ക് പോകണമെങ്കിൽ കപ്പലിന് പോകാൻ കഴിയില്ലല്ലോ. തമീമും അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള കുറച്ചാളുകളും ഒരു ചെറിയ വഞ്ചി എടുത്ത് തീരത്തേക്ക് പോയി. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും കിട്ടുമല്ലോ, ഒരു ദ്വീപിലൊരു കര കണ്ടല്ലോ. അങ്ങനെ അവരൊക്കെ കുറച്ചാളുകൾ മാത്രം, ഈ തമീമും ഇവരുമൊക്കെ ചേർന്ന് ഈ ചെറിയ വഞ്ചിയിൽ അവിടെ കരയിലെത്തിയപ്പോൾ അവരവിടെ ഒരു വല്ലാത്തൊരു ജന്തുവിനെ കണ്ടു. അതൊരു മനുഷ്യനാണോ മൃഗമാണോ എന്ന് പോലും പറയാൻ കഴിയാത്തൊരു ജന്തു. വേറെ റിപ്പോർട്ടിൽ സ്ത്രീയുടെ രൂപം തോന്നിക്കുന്ന ഒന്നാണ്, ഒരു സ്ത്രീയാണ് എന്നും നമുക്ക് കാണാൻ കഴിയും. അവർ ആ സ്ത്രീയാണെങ്കിൽ സ്ത്രീ, ഒരു മനുഷ്യനാണോ ഒരു മൃഗമാണോ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ശരീരം മുഴുവൻ രോമം വളർന്നു നിൽക്കുന്ന, മുൻഭാഗത്തും പിൻഭാഗത്തും ഒക്കെ
അതിൻ്റെ മുഖമേതാണ്, മുൻഭാഗമേതാണ്, പിൻഭാഗമേതാണ് എന്ന് അറിയാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഒരു ജന്തുവിനെ, ഒരു മൃഗത്തെ അവർ കണ്ടു. അവർ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്ന രൂപത്തിലുള്ളൊരു കോലം. അപ്പോൾ അവർ ചോദിച്ചു, വൈലക്കിമ അന്ത്, എന്താണ് നീ എന്ത് തരത്തിലുള്ളൊരു ജന്തുവാണ്? മൃഗമാണോ, മനുഷ്യനാണോ, ആരാണ്? അപ്പോൾ ആ സ്ത്രീയുടെ പോലുള്ള ആരും പറഞ്ഞു, അനൽ ജസ്സാസ, എൻ്റെ പേര് ജസ്സാസ എന്നാണ്. ജസ്സാസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബി ഭാഷയിലുള്ള അർത്ഥം വേണമെങ്കിൽ ഒരു ചാരൻ, വിവരങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ആൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു സ്ത്രീ രൂപം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. അറബിയിൽ ചാരന് ജാസൂസ് എന്നാണ് പറയുക. അപ്പോൾ ജസ്സാസ, തജസ്സസ എന്ന് അറബിയിൽ പറഞ്ഞാൽ ചാരവൃത്തി നടത്തുക, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് രഹസ്യമായി ആരാണോ തന്നെ ഏൽപ്പിച്ചത് അവർക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇവർ പറഞ്ഞു, വമൽ ജസ്സാസ, ജസ്സാസ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ആരാണ്? നീ എന്താണ് നീ ചെയ്യുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അയ്യുഹൽ ഖൗം, അല്ലയോ സമൂഹമേ, നിങ്ങൾ കുറച്ചുകൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ദ്വീപിൽ തന്നെ ഒരു മഠം കാണാൻ കഴിയും. ആരാധനകളൊക്കെ ഈ ക്രിസ്തു പുരോഹിതന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മതത്തിലുള്ള പുരോഹിതന്മാരൊക്കെ ആരാധനകളും മറ്റു കാര്യങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആശ്രമം, മഠം എന്ന രൂപത്തിലുള്ളൊരു കെട്ടിടം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യൻ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളെ കാത്തെന്ന് പറഞ്ഞാൽ വാർത്തകൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. നിങ്ങൾ അവിടെ ചെന്നു എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരും. അപ്പോൾ ഈ ഒരു ജസ്സാസ, ഈ സംഭവം, ഈ ഹദീസുമൊക്കെ ഹദീസ് പണ്ഡിതന്മാർക്കിടയിലും അതുപോലെ തന്നെ മൊത്തത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ ഹദീസുൽ ജസ്സാസ അല്ലെങ്കിൽ ഹദീസു തമീമുദ്ദാരി അല്ലെങ്കിൽ ഹദീസു ജസ്സാസ വ ദജ്ജാൽ എന്നാണ് ഈ സംഭവം തന്നെ അറിയപ്പെടുന്നത്. ഈ പദപ്രയോഗങ്ങൾ ഇതിൽ വന്നതുകൊണ്ടാണ്. ആ ഒരു ഹദീസ് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ജസ്സാസയെക്കുറിച്ച് അവിടെ കഴിഞ്ഞു. ആ പേര് വരാനുള്ള കാരണം ചില ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെയും ദജ്ജാലിന്, ഇതിനുള്ളിലുള്ള മഠത്തിലുള്ള ബന്ധനസ്ഥനായി കിടക്കുന്ന ദജ്ജാലിന് പുറത്തു നിന്ന് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ, അതുകൊണ്ടാണ് ജസ്സാസ, ചാരവൃത്തി നടത്തുമ്പോൾ വിവരങ്ങൾ എത്തിച്ചു നൽകുന്നയാൾ എന്ന് പേര് വന്നത് എന്നൊക്കെ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും കൂടുതൽ വിശദീകരണങ്ങൾ അതിനെക്കുറിച്ച് ലഭ്യമല്ല. അപ്പോൾ തമീമുദ്ദാരി അതുപോലെ തന്നെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകൾ അവർ ഈ മഠം ലക്ഷ്യമാക്കിപ്പോയി. അങ്ങനെ അവർ അതിനുള്ളിൽ കയറി. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്ന പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ സംഭവം എന്ത് ചെയ്യുന്നത്, സ്വഹാബിമാർക്ക് ഇങ്ങനെ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവർ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കണ്ടാൽ പേടി തോന്നുന്ന ഒരു പിശാചിനെ എന്താണ് എന്ന് വിശദീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള, കണ്ടാൽ പേടി തോന്നുന്ന രൂപത്തിലുള്ള ഒരു ഇതായിരുന്നു ഈ ജസ്സാസ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ തന്നെ. ഒരു ശൈത്താനത്താണ്, ഒരു പിശാചാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ ആളുകൾ പേടിച്ചു പോകുന്ന രൂപമായിരുന്നു അവരുടെ തന്നെ. അപ്പോൾ അതും കണ്ടിട്ടാണ് ഇവർ ഈ പറയുന്നതനുസരിച്ച് ഈ ഒരു മഠത്തിലേക്ക് അല്ലെങ്കിൽ ആശ്രമത്തിലേക്ക് അവർ കയറി ചെല്ലുന്നു. അവർ ഉടനെ സ്പീഡിൽ കയറി ചെന്നു, എന്താണ് അവിടെ ഉള്ളതെന്ന് അറിയണം. അപ്പോൾ അതിനുള്ളിൽ കയറി ചെന്നപ്പോൾ അവർ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വലിപ്പമുള്ള ഒരു മനുഷ്യൻ, അവിടെ അത്രമാത്രം വലിയ ആകാരമുള്ള ഒരാൾ വളരെ കഠിനമായ രൂപത്തിൽ ബന്ധനസ്ഥനായി കിടക്കുന്നവർ കണ്ടു. വളരെ കർശനമായ രൂപത്തിൽ അയാൾക്ക് പുറത്ത് ചാടാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ചങ്ങലകളും മറ്റും ചേർന്നുള്ള ഒരു രൂപത്തിലുള്ള കെട്ടിയിടൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. വലിയ ശരീരം, വലിയ ആകാരം, അവർക്ക് അത്ഭുതം തോന്നുന്ന, അവരെ പേടിപ്പെടുത്തുന്ന ഒരു രൂപം. കൈകളും കാലുകളും ഒക്കെ പിന്നിലേക്കും അതുപോലെ തന്നെ കഴുത്തിലേക്കും ഒക്കെ കെട്ടിയിട്ട രൂപത്തിലുള്ള ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിയിടപ്പെട്ട രൂപത്തിലുള്ള രൂപം. അപ്പോൾ ഇവരും ഈ മനുഷ്യരോട്, ഈ വലിയ ആകാരമുള്ള ഇയാളോട് ചോദിച്ചു, വൈലക്ക് മാ അന്ത്, നീ എന്താണ്, ആരാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ അയാൾ തിരിച്ചു പറഞ്ഞു, ഖദ് ഖദിർതും അലാ ഖബരി ഫഅഖ്ബിറൂനി മാ അൻതും, എന്നെയും അതുപോലെ തന്നെ ഞാൻ ഇവിടെയുണ്ട് എന്ന കാര്യത്തെയും എൻ്റെ ഈ അവസ്ഥയും എൻ്റെ ഈ വാർത്തയെയും കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളിവിടെ എത്തിപ്പെട്ടല്ലോ, നിങ്ങൾക്കതിനുള്ള ഒരു അവസരമുണ്ടായല്ലോ. ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് എനിക്കറിയണം, നിങ്ങൾ ആരാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അവർ പറഞ്ഞു, നഹ്നു ഉനാസു മിനൽ അറബ്, ഞങ്ങൾ അറബികളായ കുറച്ച് ആളുകളാണ്, ഞങ്ങൾ അറബികളാണ്, ഇങ്ങനെ
പിന്നെ അവർ ഈ പറഞ്ഞ കപ്പൽ അപകടത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ വഴിയറിയാതെ ദിശയറിയാതെ അവർ കടലിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞതും അവസാനം ഇവിടെ എത്തിയതും ജസ്സാസെ കണ്ടതുമൊക്കെ ഇയാളോട് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു അഖ്ബിറൂനി അൻ നഖ്ലി ബൈസാൻ. അതൊക്കെ കേട്ടതിന് ശേഷം പിന്നെ ഇയാൾ ആരാണെന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ മനുഷ്യൻ, അയാൾ, ആ വലിയ ആകാരമുള്ള അയാൾ ഇവരോട് തിരിച്ചു ചോദിക്കുകയാണ്, ബൈസാനിലെ ഈന്തപ്പനകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ബൈസാൻ എന്ന് പറയുന്നൊരു പ്രദേശമാണ്, സിറിയയുടെ അടുത്തുള്ള പ്രദേശം. ഇന്നത്തെ ജോർദാൻ, സിറിയ, ഫലസ്തീൻ തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് അവസാന കാലത്തെ ഈസാ നബി അലൈഹി സ്വലാമയുടെ വരവിലും ദജ്ജാലിൻ്റെ പരാമർശങ്ങളിലും ഒക്കെ പരാമർശിക്കപ്പെടുന്ന പ്രദേശങ്ങൾ. ബൈസാൻ എന്ന് പറയുന്നത് ഇന്നത്തെ ജോർദാൻ അല്ലെങ്കിൽ സിറിയ, അതിൻ്റെ ഒരു അതിർത്തി ഏകദേശം ആ ഒരു സ്ഥലത്ത്, അന്നത്തെ ഷാം പ്രദേശത്തിനുള്ളിൽ പെടുന്ന സ്ഥലമാണ്. ബൈസാനിലെ ഈന്തപ്പനകളെക്കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അവർ ചോദിച്ചു, ബൈസാനിലെ ഈന്തപ്പനകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പോൾ അയാൾ പറഞ്ഞു, അസ്അലുക്കും അൻ നഖ്ലിഹാ ഹൽ യുസ്മിർ. അവിടുത്തെ ഈന്തപ്പന തോട്ടങ്ങൾക്ക് അതൊക്കെ പഴുത്ത് പാകമായോ? അപ്പോൾ അവർ പറഞ്ഞു, നാം, അതെ, അതൊക്കെ പഴുത്ത് പാകമായ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അമ ഇന്നഹു യൂഷിക്കു അല്ലാ തുസ്മിർ. ബൈസാനിലെ ഈന്തപ്പന തോട്ടങ്ങൾ അല്ലെങ്കിൽ ഈന്തപ്പനകൾ പഴുക്കാതിരിക്കുന്നൊരു കാലം അടുത്തു വരും. അതിലൊന്നും വിളവുണ്ടാകാതിരിക്കുന്നൊരു കാലം അടുത്തു വരും. അഖ്ബിറൂനി അൻ ബുഹൈറത്തി തബരിയ. പിന്നെ അടുത്ത ചോദ്യം, തബരിയ തടാകത്തെക്കുറിച്ച്. അത് ഇന്നുമുള്ള തടാകമാണ്. തബരിയ തടാകത്തെക്കുറിച്ച് നിങ്ങൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അവർ ചോദിച്ചു, തബരിയ തടാകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഹൽഫിഹ മാ, അതിൽ വെള്ളമുണ്ടോ എന്നെനിക്കറിയണം. അപ്പോൾ ഇവർ പറഞ്ഞു, ഹിയ കസീറത്തുൽ മാ, അതിലൊരുപാട് വെള്ളമുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുന്ന തടാകമാണ് തബരിയ തടാകം. തബരിയ തടാകം ഇസ്ലാമിക പ്രമാണങ്ങളിൽ പലതവണ ആവർത്തിച്ച് വരുന്നൊരു തടാകം കൂടിയാണ്. അവസാന കാലത്ത് യജൂജുമായി ബന്ധപ്പെട്ടും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിൽ ഈ തടാകം പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, അമാ ഇന്നമാ അഹ യൂഷിക്കു അൻ യദ്ഹബ്. തബരിയ തടാകം വറ്റി വരളാറായിട്ടുണ്ട്, അതിനി അധിക കാലമില്ല. പിന്നെയും അയാൾ ചോദിച്ചു, അഖ്ബിറൂനി അൻ ഐനി സുഗർ. സുഗർ പ്രദേശത്തുള്ള അല്ലെങ്കിൽ സുഗർ പ്രദേശത്തുകാരായ ആളുകൾ ഉപയോഗിക്കുന്ന അവരുടെ തടാകം, അവരുടെ ഒരു നദി, അവിടെ ഒരു ജലസ്രോതസ്, അതിനെക്കുറിച്ച് എനിക്കറിയണം. അതിനെക്കുറിച്ച് എന്താണ് അറിയേണ്ടത്? ഹൽഫിൽ ഐനിമ, അതിൽ വെള്ളമുണ്ടോ എന്നറിയണം. അപ്പോൾ ഈ ആളുകൾ വഹൽ യസ്റഉ അഹ്ലുഹാ ബിമാഇൽ ഐൻ, അത് മാത്രമല്ല ആ നദിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണോ അവിടെയുള്ള ആളുകൾ കൃഷി ചെയ്യുന്നത് എന്നും എനിക്കറിയണം. അപ്പോൾ ഇവർ പറഞ്ഞു, അതെ, അതും ഈ പറഞ്ഞതുപോലെ തൊബരിയ തടാകം പറഞ്ഞതുപോലെ ഈ ഐനു സുഗർ, ഐൻ എന്ന് പറഞ്ഞാൽ നദി എന്നാണ് അറബി ഭാഷയർത്ഥം. അവിടെയുള്ള ആ നദിയും ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. അത് മാത്രമല്ല അവിടുത്തെ ആളുകളൊക്കെ കൃഷിക്കായിട്ട് പ്രധാനമായി ഉപയോഗിക്കുന്നതും അവിടുത്തെ ഈ നദിയിലെ വെള്ളം തന്നെയാണ്. പിന്നെ ചോദിച്ചു, അഖ്ബിറൂനി അൻ നബിയിൽ ഉമ്മിയീൻ മാ ഫഅൽ. നിരക്ഷരരുടെ പ്രവാചകരെക്കുറിച്ച്, നിരക്ഷരന്മാർക്ക് നിയോഗിക്കപ്പെട്ട നബിയുൽ ഉമ്മിയീനെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞു, അതെ, അങ്ങനെ ഒരു പ്രവാചകനുണ്ട്. ഖദ് ഖറജ മിൻ മക്ക വനസല യസ്രിബ്. മക്കയിൽ നിന്നാണ് അദ്ദേഹം പുറപ്പെട്ടത്. അതുമാത്രമല്ല ഇപ്പോൾ അദ്ദേഹം ഉള്ളത് പിന്നെ അവിടെ നിന്ന് ഹിജറ ചെയ്ത് മദീനയിൽ യസ്രിബിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ ചോദിച്ചു, അഖാതലഹുൽ അറബ്. ആ മനുഷ്യനോട്, ആ പ്രവാചകനോട് അറബികൾ, നിങ്ങൾ അറബികളാണല്ലോ, അറബികൾ യുദ്ധം ചെയ്തോ? നാം, അതെ, യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പല യുദ്ധങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് അതിലൊക്കെ ഉണ്ടായത്? അറബികൾക്ക് അദ്ദേഹവുമായുള്ള യുദ്ധത്തിൽ പറ്റിയത് എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, അറബികൾ ഒന്നടങ്കം അവസാനം ആ മനുഷ്യൻ, ആ പ്രവാചകന് കീഴടങ്ങുന്ന അവസ്ഥയും അദ്ദേഹത്തെ അനുസരിക്കുന്ന അവസ്ഥയുമാണ് ഉണ്ടായത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ദജ്ജാൽ പറഞ്ഞു, അത് കാനദാലി, അതങ്ങനെ തന്നെയാണ് ഉണ്ടാവേണ്ടത്, അതങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ, അതങ്ങനെ തന്നെ ഉറപ്പായി സംഭവിച്ചോ എന്ന് ചോദിച്ചു. ഉറപ്പായി സംഭവിച്ചു. അമാ ഇന്നദാക ഖൈറുൽ ലഹും അൻ യുതിഉ. അറബികളെ സംബന്ധിച്ചിടത്തോളം, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനെ പിൻപറ്റുക എന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അവർക്കതല്ലാതെ മറ്റൊരു വഴിയുമില്ല. മറ്റെന്തെങ്കിലും അവർ ചെയ്താൽ അത് അവരുടെ നാശത്തിന് തന്നെ വകവയ്ക്കുകയുള്ളൂ. അവർക്ക് ഏറ്റവും ഖൈർ അദ്ദേഹത്തെ പിൻപറ്റുകയും അനുസരിക്കുകയും ചെയ്യുന്നത് തന്നെയാണ്. വൈന്നി മുഖ്ബിറുക്കും അന്നി. ഇനി ഞാൻ എന്നെക്കുറിച്ച് പറയാം. എന്നിട്ട് ദജ്ജാലിനെ കുറിച്ച്, മസീഹു ദജ്ജാൽ, അയാളെക്കുറിച്ച് ഈ തമീമുദ്ദാരി ഉൾക്കൊള്ളുന്ന ആ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തു, ഇന്നി അനൽ മസീഹ്, ഞാനാണ് മസീഹ്. വ ഇന്നി ഊഷിക്കു അൻ യുഅ്ദന ലീ ഫിൽ ഖുറൂജ്. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയും ഉണ്ടായല്ലോ. അതിനർത്ഥം ഞാൻ ഇവിടെ നിന്ന്
എനിക്ക് ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള അനുവാദം ലഭിക്കാറായിട്ടുണ്ട് എന്നാണ്. എന്നെ ഈ കെട്ടിൽ നിന്ന് അഴിച്ച് ഞാൻ ഭൂമിയിലേക്ക് ഭൂമുഖത്തേക്ക് വരാനുള്ള അനുവാദം എനിക്ക് ലഭിക്കാറായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫഅഖ്റുജു ഫഅസീറു ഫിൽ അർദ് ഫലാ അദ്അ ഖർയതൻ ഇല്ലാ ഹബത്തുഹാ ഫി 40 ലൈല. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഭൂമിയിലുടനീളം യാത്ര ചെയ്യുകയും ഭൂമിയിലെ ഏതെങ്കിലും ഒരു ഗ്രാമമോ പട്ടണമോ അത് ഞാൻ കീഴടക്കാതിരിക്കുകയും ചെയ്യില്ല. എല്ലാം ഞാൻ കീഴടക്കും. ഫി 40 ലൈല, 40 ദിനങ്ങൾക്കുള്ളിൽ. ഗൈറ മക്കത വ തൈബ, മക്കയും തൈബയും അഥവാ മദീനയും ഒഴിച്ചു. ഫഹുമാ മുഹറമതാനി അലയ്യ കിൽതാഹുമാ, അവ രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അവ രണ്ടും മുഹറമത്താണ്, എനിക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത, ഞാൻ നിരോധിക്കപ്പെട്ട, എനിക്ക് കീഴടക്കാൻ കഴിയാത്ത മേഖലയാണ്. കുല്ലമാ അറത്തു അൻ അദ്ഖുല വാഹിദതൻ മിൻഹുമാ ഇസ്തഖ്ബലനി മലക്കുൻ ബിയദിഹി സൈഫ്. ഞാൻ എപ്പോഴെങ്കിലും മക്കയിലേക്കോ മദീനയിലേക്കോ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ, എപ്പോഴൊക്കെ ഞാൻ ശ്രമിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഒരു വാളുമായി നിയോഗിച്ചൊരു മലക്ക് എന്നെ എതിരിടുകയും സ്വൽത്തൻ യസുദ്ദുനി അൻഹ, വളരെ ശക്തനായ ആ മലക്ക് എന്നെ അതിൽ നിന്ന് തടയുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യും. എനിക്കതിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വ ഇന്ന അലാ കുല്ലി നഖ്ബിൻ മിൻഹാ മലായികത്തുൻ യഹ്റുസൂനഹ, മക്കയുടെയും മദീനയുടെയും ഓരോ പ്രദേശങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇടുക്കുകളിലും പ്രവേശന സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞത് മസീഹുദ് ദജ്ജാൽ എന്ന അയാൾ സംസാരം അവസാനിപ്പിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും അവസാനം പറഞ്ഞതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് പോലും മക്കയുടെയും മദീനയുടെയും ശ്രേഷ്ഠതയെക്കുറിച്ചും അവയ്ക്ക് യാതൊരു മഹത്വവുമില്ല എന്നും, മക്കയും മദീനയും ഒന്നും അത്ര വലിയ ശ്രേഷ്ഠതയും മഹത്വവും ഒന്നുമുള്ള സ്ഥലങ്ങളൊന്നുമല്ല. കുറേ ആളുകൾ മദീനയിലേക്ക് പോകുന്നു, അവിടെ ചെന്ന് മരിക്കണമെന്നാണ് കുറേ ആളുകളുടെയൊക്കെ ആഗ്രഹം, അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നൊക്കെ പരസ്യമായൊക്കെ തങ്ങളുടെ വേദികളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് ഇന്നും കാണാൻ കഴിയും. അപ്പോൾ ഇസ്ലാമിൽ മക്കയുടെയും മദീനയുടെയും സ്ഥാനം ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാളും എത്രയോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് പ്രവാചകൻ തൻ്റെ തന്നെ സ്വഹാബിയായ ഒരു മനുഷ്യനിൽ നിന്ന് കേട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ തന്നെ നമുക്കതിൻ്റെ ഇത് മനസ്സിലാക്കാൻ കഴിയും. ദജ്ജാലിന് പോലും മനസ്സിലാകുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒന്നാണ് മക്കയുടെയും മദീനയുടെയും മഹത്വം എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബിൻത്ത് ഖൈസ് റളിയല്ലാഹു അൻഹ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ഒന്നാമത്തെ സഫയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മഹദി പിന്നെയും ആ സംഭവം ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വടി, പ്രവാചകൻ ഉപയോഗിച്ചിരുന്ന വടി, മിമ്പറിൽ കുത്തിക്കൊണ്ട് അതിങ്ങനെ തറയിൽ ആഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി ത്വയ്ബ, ഈ മദീന, പ്രവാചകൻ നിൽക്കുന്നത് മസ്ജിദ് നബവിയിലാണ്, മസ്ജിദ് നബവിയുടെ മിമ്പറിലാണ്. ഹാദിഹി ത്വയ്ബ എന്ന് 3 തവണ ആവർത്തിച്ച് പറഞ്ഞു. ഇത് ത്വയ്ബയാണതോ മദീനയുടെ മറ്റൊരു പേരാണതോ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലം എന്നർത്ഥം വരുന്ന ഒന്നാണ്. ഇത് മദീനയാണ്, ഇത് ത്വയ്ബയാണ് എന്ന് ആവർത്തിച്ച് 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഹൽ കുന്തു ഹദ്ദസ്തുകും ദാലിക്, ഞാൻ നിങ്ങളോട് ഇതുവരെയും മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്ന ഒരുപാട് വിവരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഫഖാല അന്നാസു നഅം, അതേ പ്രവാചകരെ, താങ്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുൻപും ദജ്ജാലിനെ കുറിച്ച് സ്വഹാബിമാർക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു അഅജബനി ഹദീസു തമീമിൻ, തമീം ഈ പറഞ്ഞ കാര്യങ്ങൾ അതാണല്ലോ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്, അത് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ മക്കയുടെയും മദീനയുടെയും മഹത്വവും ഇതിനോടൊക്കെ യോജിക്കുന്നു എന്നുള്ളത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ പറഞ്ഞ കാര്യം ഈ വാചകത്തിലൂടെ അംഗീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനോട് യോജിച്ചതും പ്രവാചകൻ സ്വല്ലല്ലാഹു സ്വഹാബികളോട് മുമ്പ് പറഞ്ഞതിനോടൊക്കെ യോജിച്ചതും ആണ് തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു നേരിട്ട് കണ്ടത്. അത് സ്വഹാബിമാരൊക്കെയും അത് സമ്മതിക്കുകയും ചെയ്തു. റസൂൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതൊക്കെ നേരത്തെ അവർ റസൂലിൽ നിന്ന് പല രൂപത്തിൽ ദജ്ജാലിൻ്റെ ഈ സവിശേഷതകളൊക്കെ അവർ കേട്ടിട്ടുമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നഹു ഫി ബഹ്രി ഷാം, അറിയുക ദജ്ജാൽ ഉള്ളത് സിറിയയിലെ അല്ലെങ്കിൽ ഷാമിൻ്റെ ആ പ്രദേശത്തുള്ള കടലിലാണ്, മെഡിറ്ററേനിയൻ മധ്യധരനാഴിയിലാണ്. ഔ ബഹ്രിൽ യമൻ, അല്ലെങ്കിൽ അത് യമൻ കടലിലാണ്, അഥവാ യമൻ്റെ പ്രദേശത്തുള്ള ചെങ്കടലിലാണ്. ലാ ബൽ മിൻ ഖിബലിൽ മശ്രിഖ്, അല്ല അതുമല്ല, അവൻ കിഴക്കു ഭാഗത്ത് നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരണങ്ങളാണ് ദജ്ജാലിനെ കുറിച്ച്, ദജ്ജാലിൻ്റെ പ്രദേശത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരണങ്ങൾ.
ലാ ബൽ മിൻ ഖിബലിൽ മശ്രിഖ്, അല്ല കിഴക്ക് നിന്നാണ്, മശ്രിഖിൻ്റെ ഭാഗത്ത് നിന്നാണ് ദജ്ജാൽ വരും. മിൻ ഖിബലിൽ മശ്രിഖ്, മിൻ ഖിബലിൽ മശ്രിഖി മാഹു, അത് 3 തവണ ആവർത്തിച്ച് പറഞ്ഞു. കൈകൊണ്ട് കിഴക്ക് ഭാഗത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിക്കുകയും ചെയ്തു. ഫാത്തിമ ബിൻത്ത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ കഴിയും. ഫഹഫിൽതു ഹാദാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഞാൻ കേട്ട് ഞാൻ അന്ന് ഹിഫ്ളാക്കിയതാണ്, എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ് ഈ പറഞ്ഞ മുഴുവൻ സംഭവം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തമീമുദ്ദാരി എന്ന് പറയുന്ന സ്വഹാബി, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു വേറെയും ഒരുപാട് ഹദീസുകൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ച് കാണാൻ കഴിയും. പക്ഷേ ഇസ്ലാമിക ലോകത്ത് ഹദീസു തമീമുദ്ദാരി എന്ന് പറഞ്ഞാൽ അത് ഈ ഹദീസാണ്. അല്ലെങ്കിൽ ഹദീസുൽ ജസ്സാസ, ഹദീസുൽ ദജ്ജാൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹദീസിനെയാണ് പ്രത്യേകിച്ച് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ, മുഹദ്ദിസുകളായ പണ്ഡിതന്മാരൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ ഹദീസാണ്. ദജ്ജാലിനെ കുറിച്ച് ഒട്ടുമിക്ക ഒരു വളരെ വലിയൊരു വിശദീകരണം നമുക്ക് ലഭിക്കുന്ന ഒരു ഹദീസ് കൂടിയാണ്. അതുമാത്രമല്ല, ഒരു ക്രിസ്തുമത വിശ്വാസിയായിരുന്ന കാലത്ത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഇത് കണ്ടതാണെങ്കിൽ കൂടിയും ആ വിവരണങ്ങളാണെങ്കിലും കൂടിയും അദ്ദേഹം പിന്നീട് മുസ്ലിമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വന്തം നാവിലൂടെ ഇത് സ്വഹാബിമാരോട് പറയുകയും അവരും അത് അംഗീകരിക്കുകയും മുൻപ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത വിവരണങ്ങളോട് യോജിക്കുകയും ചെയ്യുന്നതിനെ അത്ഭുതപ്പെടുത്തുന്നു എന്നൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് റസൂലുള്ളാഹി അംഗീകരിക്കുകയും ചെയ്തല്ലോ. പ്രവാചകൻ അംഗീകരിക്കാതെ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ ഏതോ ഒരു കാലത്ത് അദ്ദേഹം കണ്ട വിവരണങ്ങൾ വെറുതെ അങ്ങ് ഉദ്ധരിക്കപ്പെട്ടു വന്നതല്ല എന്ന് ചുരുക്കം. അപ്പോൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹും ദാരികളായ ഈ വഫ്ദിലെ ആളുകളും ഈ സമയത്തുണ്ടായ വളരെ അപൂർവമായ ആശ്ചര്യകരമായ ഒരുപാട് വരും കാലത്ത് അന്ത്യനാളിൽ മുസ്ലിം സമൂഹം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന അള്ളാഹുവിൻ്റെ വലിയൊരു ഫിത്നയായ ദജ്ജാലിനെ കുറിച്ച് ഓരോ നിസ്കാരത്തിലും നമ്മൾ കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഫിത്നത്തുൽ മസീഹ് ദജ്ജാൽ, അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഈ ഒരു സംഭവത്തോട് നമുക്ക് കിട്ടിയത്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പിന്നെയും അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. സ്വഹാബിയായി അദ്ദേഹം മരണം വരെ ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പല ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉദ്ധരിച്ച അന്ത്യനാൾ ആകുന്നതിന് മുൻപ് തന്നെ ഇസ്ലാമികം സമൂഹത്തിൻ്റെയും ഇസ്ലാമിൻ്റെ വ്യാപനത്തെക്കുറിച്ചുള്ള ഹദീസ് അത് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഥവാ ലയബ്ലുവന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വൻ നഹാർ, ഈ കാര്യം അഥവാ ഈ ദീൻ ആകാശവും രാത്രിയും പകലും എവിടെയൊക്കെയുണ്ടോ, എവിടെയൊക്കെ എത്തിച്ചേരുന്നു, അഥവാ സൂര്യൻ ഉദിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയുണ്ടോ, ഈ ലോകത്ത് എവിടെയൊക്കെ മനുഷ്യവാസമുണ്ടോ അവിടെയൊക്കെയും ഇസ്ലാം എത്തിച്ചേരും എന്ന് തുടങ്ങുന്ന ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ച തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. വലാ യത്റുകുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ല അദ്ഖലഹുല്ലാഹു ഹദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ ഏത് നാട്ടിലും, അത് ഒരു ഗ്രാമത്തിലായിക്കോട്ടെ ഒരു പട്ടണത്തിലായിക്കോട്ടെ, അഥവാ മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകളുള്ള പ്രദേശങ്ങളും, ബൈത്ത് മദർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രദേശങ്ങൾ, വല വബർ അല്ലെങ്കിൽ തോലുകൊണ്ട് നിർമ്മിച്ച, അന്നത്തെ കാലത്ത് നാടോടികളായ ആളുകൾ തോലുകൊണ്ട് നിർമ്മിച്ച ടെൻറ്റുകൾ അതും കെട്ടിപ്പറിക്കാണല്ലോ അവരിങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ തോലുകൊണ്ട് നിർമ്മിച്ച ആളുകൾ ആ കൂട്ടത്തിൽ നാടോടികളായിരുന്നാലും ശരി, ഗ്രാമീണരായി നാടോടികളായി ജീവിക്കുന്ന ആളുകളായിരുന്നാലും അവർക്കും എത്തും ഈ ഇസ്ലാം. അതുപോലെ തന്നെ ബൈത്ത് മദർ, മണ്ണുകൊണ്ട് വീടുണ്ടാക്കി നിർമ്മിക്കുന്നത്, അവർ പട്ടണത്തിലായിരിക്കുമല്ലോ മണ്ണുകൊണ്ട് വീടുണ്ടാക്കി ആളുകൾ താമസിക്കാം, അവിടെയായിരുന്നാലും, അത് പട്ടണമായിരുന്നാലും ഗ്രാമമായിരുന്നാലും ഈ ലോകത്തെവിടെയായിരുന്നാലും ഏത് സമൂഹത്തിലേക്കും ഈ ദീൻ എത്താതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ ഹദീസ് ഉദ്ധരിക്കുന്ന തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ദാരിയീൻ എന്ന് പറയുന്ന ഈ ആളുകളുടെ വഫ്ദുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അവരുടെ ഉദ്ധരിക്കാനുള്ള സംഭവം ഈ സംഭവങ്ങൾ തന്നെയാണ്. തമീമുദ്ദാരി എന്ന് പറയുന്ന സ്വഹാബിയുടെ സംഭവമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ശേഷം വന്ന മറ്റൊരു വഫ്ദായിരുന്നു ബനു ആമിർ ഗോത്രക്കാരുടെ വഫ്ദ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വഫ്ദുകൾ ഇങ്ങനെ ഉദ്ധരിക്കുക എന്നുള്ളതല്ല. ഏകദേശം 60 അല്ലെങ്കിൽ 60-70 വരുന്ന വഫ്ദുകളിലെല്ലാം നമുക്ക് ഉദ്ധരിക്കാം പ്രായോഗികമല്ല. അതുമാത്രമല്ല, അതിലെല്ലാം ഉദ്ധരിക്കേണ്ട ആവശ്യവുമില്ല. അതിൽ പ്രധാനപ്പെട്ട നമുക്ക് ചില പാഠങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ പ്രാധാന്യപൂർവ്വമുള്ള സംഭവങ്ങൾ നടന്നതോ നമുക്ക് പരാമർശിക്കാൻ മാത്രമുള്ള സംഭവ വികാസങ്ങളുള്ളതോ മാത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വഫ്ദുകൾ എങ്ങനെ സൂചിപ്പിച്ചു എന്നൊരു ബോറടി ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ സൂചിപ്പിച്ചു പോകുന്നുള്ളൂ. ബനു ആമിർ ഗോത്രക്കാർ അവർ ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഹിജ്റ 9 വഫ്ദായി വന്ന ആളുകളാണ്. അതിൽ അവരുടെ നേതാക്കന്മാരായ 2 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ആമിർ ബിൻ തുഫൈൽ, അതുപോലെ തന്നെ അർബദ് ബിൻ ഖൈസ്.
ഈ രണ്ടാളുകളും ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അല്ല വന്നത്. ബനു ആമിറിലെ ഗോത്രക്കാരിൽ അവർ ആ പ്രതിനിധി സംഘവുമായി അവർ വന്നത്, ആ ഗോത്രത്തിലെ കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ബനു ആമിറിലെ ആളുകളും കുറേ ആളുകളൊക്കെ ഇസ്ലാമിനോടൊരു അനുഭാവവും ചായവും ഒക്കെ ഉള്ളതാക്കി അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അവരുടെ കൂടെ ജീവിച്ചിരുന്ന ഖത്ഫാൻ ഗോത്രക്കാർ, അവർക്കൊക്കെ ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇസ്ലാമിനോട് അനുഭാവവും മുസ്ലിങ്ങളാകാനുള്ള ആഗ്രഹവും കൊതിയും ഒക്കെ കണ്ടപ്പോൾ ഈ ഗോത്രത്തിലുള്ള ആളുകൾ തന്നെ ഈ നേതാക്കന്മാരായ ആമിറിനോടും അർബദിനോടും പറഞ്ഞു അവരുടെ പ്രതിനിധിയായി പോകണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കണ്ട് ബൈഅത്ത് ചെയ്യണം. പക്ഷേ ഈ ആമിറിനും അർബദിനും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരപ്പോൾ തീരുമാനിച്ചു കൊണ്ടിരുന്നത് ചെന്നാൽ അവിടെ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയെങ്കിലും തന്ത്രത്തിൽ വധിക്കാമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുൻപ് ആമിർ അർബദിനോട് പറഞ്ഞു, നമ്മൾ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അവിടെ ഞാൻ പ്രവാചകനോട് സംസാരിച്ചു കൊണ്ടിരിക്കും, ഗോത്രത്തിലെ കാര്യങ്ങളും വഫ്ദിൻ്റെ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നീ അവിടെ ചിത്രത്തിൽ വരരുത്, ഞാൻ പ്രവാചകരെ ശ്രദ്ധ തെറ്റിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ തെറ്റിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നീ തന്ത്രത്തിൽ പരമാവധി മറ്റാരും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം? പ്രവാചകനെ കൊല്ലാനുള്ള കാര്യങ്ങൾ നീ ചെയ്യണം. അതുകൊണ്ട് വാളും മറ്റു കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി തയ്യാറാക്കി പോകണം. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു തീരുമാനിച്ചു. രണ്ടാളും പോയി. ബനു ആമിർ ഗോത്രത്തിലെ ആ വഫ്ദ് പോയി. പക്ഷേ ഈ അവരുടെ നേതാക്കന്മാരായിരുന്ന ആമിറും അർബദും ഈ ചിന്തയും കൊണ്ടാണ് പോകുന്നത്. ആമിർ ബിൻ തുഫൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തി പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാലിനി, എന്നെ താങ്കളുടെ ഏറ്റവും അടുത്ത ഉറ്റ സുഹൃത്താക്കണം, ഖലീലാക്കണം. ഒരാവശ്യമാണ്, ഏറ്റവും അടുത്ത സുഹൃത്താക്കണം എന്നെ താങ്കൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വല്ലാഹി ഹത്താ തുഅ്മിന ബില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. നീ ഇപ്പോഴും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്കിലായി ജീവിക്കുന്ന മനുഷ്യനാണല്ലോ. നീ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ, ഈമാനുള്ള ഒരു മുഅ്മിനാകുന്നതുവരെ, അള്ളാഹുവിന് മാത്രം ആരാധനകൾ അർപ്പിക്കുന്നതുവരെ, അവന് ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുന്നത് വരെ, അതുവരെ നീ യഥാർത്ഥ മുവഹിദാവുന്നതുവരെ നിന്നെ അടുപ്പിക്കാൻ തന്നെ പാടില്ലല്ലോ. പിന്നെയാണല്ലോ ഏറ്റവും ഉറ്റ മിത്രമാക്കുന്നത്. പക്ഷേ എന്നിട്ട് ആമിർ പറഞ്ഞു, ആമിറിന് ഇസ്ലാം സ്വീകരിക്കാനുള്ള താല്പര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആമിർ പിന്നെയും റസൂലുള്ളാഹിയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു, നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാവാം, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം, ഞാൻ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും നമുക്ക് ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായി തന്നെ തുടരാം, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ ആമിർ ഇങ്ങനെ അർബദിനെ നോക്കുന്നുണ്ട്. അർബദ് ഇതുവരെയും ചിത്രത്തിൽ വന്നിട്ടില്ല, പ്രവാചകന് മുമ്പിൽ വന്നിട്ടില്ല. അപ്പോൾ റസൂലിൻ്റെ പിന്നിൽ കൂടി അർബദ് എത്രയും പെട്ടെന്ന് ഇപ്പോൾ വാളെടുത്ത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കൊല്ലും എന്നാണ് ആമിർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അർബദ് ബിൻ ഖൈസ് ഒന്നും ചെയ്തില്ല. അവസാനം ആമിർ പല രൂപത്തിലൊക്കെ ആംഗ്യം കാണിച്ചു നോക്കി, കണ്ണുകൊണ്ടും മറ്റൊക്കെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു നോക്കി. പക്ഷേ അർബദ് ഒന്നും ചെയ്യുന്നതായി കാണുന്നില്ല. കുറേ നേരം കഴിഞ്ഞ് അർബദ് പേടിച്ച് തിരിച്ചു പോകുന്നതാണ് പിന്നെ ആമിർ കണ്ടത്. ആമിർ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ മുഹമ്മദ്, മാ തജാലു ലീ ഇൻ അസ്ലംതു. അല്ലയോ മുഹമ്മദ്, ഓക്കെ പറഞ്ഞത് ഓക്കെ, ഞാൻ ഇസ്ലാം സ്വീകരിക്കാം, പക്ഷേ എനിക്ക് എന്ത് തരും? ചോദ്യമാണ്. ഇത് ചോദിക്കുകയാണ്, ഞാൻ ഇസ്ലാം സ്വീകരിക്കാം, എനിക്കെന്ത് നേട്ടം, എന്ത് ആണ് നീ എനിക്ക് വേണ്ടി തരിക? എന്തെങ്കിലും സ്ഥാനമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്പത്തോ മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുമോ? എന്ത് തന്നെ എനിക്ക് നേട്ടം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക മാലിൽ മുസ്ലിമീൻ വ അലൈക മാ അലൈഹിം. എന്താണോ പൊതു മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടത് അത് നിനക്കുണ്ടാവും. എന്താണോ ഓരോ സാധാരണ മുസ്ലിമിനും ബാധ്യതയായി ചുമതലയായി ഉള്ളത് ആ ചുമതലകളൊക്കെ നിനക്കുണ്ടാവും. അതല്ലാതെ നിനക്ക് മാത്രം ഒരു പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ ആമിർ പറഞ്ഞു, അത്തജാലു ലിയൽ അംറ മിൻ ബഅദിക ഇൻ അസ്ലംതു. ഞാൻ മുസ്ലിമാകാം, ഓക്കെ ഞാൻ മുസ്ലിമാകാം, പക്ഷേ നിങ്ങൾ മരിച്ചാൽ സമൂഹത്തിൻ്റെ നേതൃത്വം എനിക്ക് വേണം, ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനം അതെനിക്ക് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാലിക ലക വലാ ലിഖൗമിക്. അത് നിനക്കുമില്ല, നിൻ്റെ സമൂഹത്തിൽ ആർക്കും കിട്ടൂല. അതൊന്നും ആഗ്രഹിച്ച് ഇസ്ലാമിലേക്ക് വരാം എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആമിർ പറഞ്ഞു, അത്തജാലു ലിയൽ വബർ. എന്നാൽ എനിക്ക് നാടോടികളായ എൻ്റെ ഗോത്രക്കാരായ ഇങ്ങനെ ഗ്രാമീണരായ അറബികളെങ്കിലും എൻ്റെ കീഴിലാക്കണം, അതിനുള്ളൊരു നേതൃസ്ഥാനമെങ്കിലും എനിക്ക് തരുമോ? വലക്കൽ മദർ, പട്ടണം മക്ക മദീനയിലുള്ള പോലുള്ള പട്ടണത്തിലുള്ള ആളുകളൊക്കെ നീ എന്നെ എടുത്തോ, എനിക്ക് ഗ്രാമീണരെ മതി. റസൂലുള്ളാഹി പറഞ്ഞില്ല, അതൊന്നും കഴിയില്ല. അവസാനം ആമിർ ഇബ്നു തുഫൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയി. ഇസ്ലാം സ്വീകരിച്ചില്ല, ഈ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ വെച്ച് ഒന്നും അംഗീകരിക്കുന്നില്ല,
തിരിച്ചിങ്ങനെ നടന്നതിന് ശേഷം ആമിർ പറഞ്ഞു, അമാ വല്ലാഹി ലഅംല അന്നഹ അലൈക ഖൈലൻ വരിജാലൻ. മുഹമ്മദ് സൂക്ഷിച്ചോ, എന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടതും ഈ ഞാൻ പറഞ്ഞ ഡിമാൻഡുകളൊന്നും അംഗീകരിക്കാതെ എന്നെ തിരിച്ചുവിട്ടല്ലോ. അമാ വല്ലാഹി, അള്ളാഹുവാണേ, നിനക്ക് വേണ്ടി ഞാൻ ഈ പ്രദേശം മുഴുവൻ അല്ലെങ്കിൽ ബനു ആമിറിലെ മുഴുവൻ കുതിരകളെയും പടയാളികളെയും കൊണ്ട് നിറയ്ക്കും, ഞാൻ നിന്നെ തോൽപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് പ്രവാചകൻ ഒന്നും വേണ്ടിയില്ല, അയാൾ അങ്ങനെ തിരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹുമ്മ ക്ഫിനി ആമിർ ഇബ്നു തുഫൈൽ, അല്ലാഹുവേ ആമിർ ഇബ്നു തുഫൈലിനിൽ നിന്ന് എന്നെ നീ എന്നെ അവരിൽ നിന്ന് തടുക്കണമേ, നീ തന്നെ അവനെ കൈകാര്യം ചെയ്യണമേ. വഹ്ദി ബനി ആമിർ, ആമിറിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും റസൂൽ അപ്പോഴും ബനു ആമിറിന് വേണ്ടി പ്രാർത്ഥിച്ചു, ബനു ആമിർ ഗോത്രത്തെ നീ ഹിദായത്ത് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പിന്നെ ഇവർ ഇത്രയേ ഉണ്ടായുള്ളൂ. ഈ വഫ്ദിൻ്റെ കാര്യം ഇങ്ങനെയാണ്. അവർ ബൈഅത്ത് ചെയ്യുകയോ ഇസ്ലാം സ്വീകരിക്കുകയൊന്നും ചെയ്തില്ല. അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുനിന്ന് പോയി. തിരിച്ച് ഈ പറഞ്ഞ സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ ആമിർ അർബദിനോട് ചോദിച്ചു, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം ഞാൻ അവിടെ ചെന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നീ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? പ്രവാചകനെ കൊല്ലാം, അതിനുവേണ്ടി വാളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ അർബദ് പറഞ്ഞു, ലാ താജൽ അലി, എന്നോടൊന്നും നിങ്ങൾ ചോദിക്കരുത്, നിർബന്ധിച്ച് ചോദിക്കരുത്. ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ഈ പറഞ്ഞ പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നില്ല. ഞാൻ എപ്പോഴൊക്കെ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചോ അപ്പോഴൊക്കെ എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. എനിക്കല്ലാതെ വേറെ ആൾക്കും അയാളെ കാണിക്കാൻ, നീ അയാളെ കണ്ടിട്ടില്ല ഏതായിരുന്നാലും. എന്നിട്ട് അതുമാത്രമല്ല, ഞാൻ പ്രവാചകനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പകരം നിന്നെയാണ് ഞാൻ മുമ്പിൽ കണ്ടത്. ഞാൻ അന്നേരം എൻ്റെ വാൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുക നിൻ്റെ മേലായിരിക്കും. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. നിന്നെ ആ വാൾ ചെന്ന് പൊതിക്കുക നിൻ്റെ മേലാണ്. അങ്ങനെ ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ കണ്ടത്. ഞാൻ അപ്പോഴൊക്കെ നിന്നെയാണ് അവിടെ മുമ്പിൽ കാണുന്നത് പ്രവാചകന് പകരം. ഞാൻ എനിക്ക് നിന്നെ വാളെടുത്ത് വെട്ടാൻ പറ്റുമോ? ഞാൻ അവിടെ അങ്ങനെയാണ് കണ്ടത്. ആമിർ ഇബ്നു തുഫൈൽ അത്ഭുതമായി, എന്താണ് അവിടെ സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വധശ്രമത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഈ സംഭവം പറഞ്ഞുകൊണ്ടാണ് ആമിറും അർബദും തിരിച്ചു പോകുന്നത്. പിന്നെ ആ വഫ്ദ് അവരുടെ നാട്ടിലെത്തി. ഈ യാത്രക്കിടയിൽ തന്നെ ആമിർ ഇബ്നു തുഫൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നിമിത്തമാണ് എന്ന് തന്നെ മനസ്സിലാക്കാവുന്ന രൂപത്തിൽ അയാളുടെ കഴുത്തിന് ഒരു തരത്തിലുള്ളൊരു പകർച്ചവ്യാധി, ഒരു പ്ലേഗ് പോലുള്ള വളരെ മോശപ്പെട്ട ഒരു രോഗം, വളരെ ശരീരത്തെ കാർന്നു തിന്നുന്നൊരു രോഗം അത് ബാധിക്കുകയും ബനു സുലൂൽ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, വഴിമധ്യയുള്ള ആ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിൽ അവശനായി അയാൾ അഭയം പ്രാപിക്കുകയും ആ അവസാനം ബനു ആമിറിലെ നേതാവായിരുന്ന ഞാൻ ഏതോ ഒരു ഗോത്രത്തിലെ ഒരു സ്ത്രീയുടെ വീട്ടിൽ വെച്ച് മരിക്കുകയോ ഇവിടെ കിടന്ന് രോഗം വന്ന് ചാവുകയോ എന്ന പേരിൽ വളരെ പണിപ്പെട്ട് അവസാനം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന പേരിൽ തൻ്റെ വാഹനപ്പുറത്ത് കയറുകയും ഒരല്പം യാത്ര ചെയ്യുമ്പോൾ തന്നെ അയാൾ ആ രോഗം കാരണം ആ യാത്രാമധ്യം മരണപ്പെടുകയും ചെയ്തു. അയാൾ തിരിച്ച് ബനു ആമിറിലെത്തിയില്ല. അർബദ് ബിനു ഖൈസും അയാളുടെ കൂടെയുള്ള ആളുകളും ബനു ആമിർ ഗോത്രത്തിൻ്റെ അടുത്തെത്തി, അവരുടെ സമൂഹത്തിലെത്തി. അപ്പോൾ ആളുകളൊക്കെ അർബദിനോട് ചോദിച്ചു, എന്താണ് അർബദ്, പോയ കാര്യം എന്തായി? ഇസ്ലാം സ്വീകരിച്ചോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബനു ആമിറിലെ ആളുകളൊക്കെ ഒരു ഇസ്ലാമിയുടെ അനുഭവമുള്ള ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരൊക്കെ പറഞ്ഞയച്ചത്. അപ്പോൾ അർബദ് പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെയൊന്നുമില്ല കാര്യം. ലഖദ് ആന മുഹമ്മദുലില ഇബാദത്തി ഷൈഇൻ, മുഹമ്മദ് നമ്മളൊക്കെ ഏതോ ഒരു വസ്തുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ്, എന്തോ ഒരു കാര്യത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നമ്മളെയൊക്കെ ക്ഷണിച്ചത്. ലവദിത്തു അന്നഹു ഇൻദിൽ ആൻ ഫഅർമീഹി ബിന്നബ്ലി ഹത്ത അഖ്തുല, ആ ആൾ അല്ലെങ്കിൽ ആ വസ്തു, മുഹമ്മദ് നമ്മളെ ആരാധിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ആ ആരാധ്യൻ എങ്ങാനും എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അമ്പ് ചെയ്ത് അവനെ കൊന്നേനെ. അങ്ങനെ ഒരു ഇതിലേക്കാണ് മുഹമ്മദ് ക്ഷണിക്കുന്നത്. അത്രമാത്രം വെറുപ്പ് ആണ് അയാൾ സമൂഹത്തോട് പറഞ്ഞു. ഈ അർബദിൻ്റെയും വിധി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സംഭവം നടന്ന് 2-3 ദിവസങ്ങൾക്കുള്ളിൽ അയാൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഒട്ടകപ്പുറത്ത് കയറി അയാൾ യാത്ര ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഒരു മിന്നൽ പിണർ ബാധിച്ച് അയാൾ മരിക്കുകയുണ്ടാകും. അയാൾ നിന്ന സ്ഥലം അപ്പടി അയാളും അയാളുടെ ഒട്ടകവും മിന്നൽ പിണർ ബാധിച്ച് കത്തിപ്പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബനു ആമിർ ഗോത്രക്കാരുടെ മുമ്പിലുള്ള വലിയൊരു ദൃഷ്ടാന്തം കൂടിയായിരുന്നു ഈ ഒരു സംഭവം. അവരിത് ആ ഗോത്രത്തിൽ സംഭവിച്ച ഈ ആളുകളുടെ പരിണതി അവർ നേരിട്ട് കണ്ടതാണല്ലോ. സൂറത്തുർ റാദിലെ ഇടിമിന്നലും അതുപോലെ തന്നെ മിന്നൽ പിണറുമായി ബന്ധപ്പെട്ടുള്ള ആ 1-2 ആയത്തുകൾ,
അത് ഈ 2 ആളുകളുടെ വിഷയത്തിലാണ് അവതരിച്ചത് എന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅൻ വയുൻശിഉ السحاب الثقال ويسبح الرعد بحمده والملائكة من خيفته ويرسل الصواعق എന്ന് പറഞ്ഞാൽ മിന്നൽ പിണറുകൾ, അള്ളാഹു അയക്കുന്ന ആ ശിക്ഷ. അല്ലാഹു ഫയുസീബു ബിഹാ മൻ യശാ വയസ്രിഫുഹു അമ്മ ഫയുസീബു ബിഹാ മൻ യശാ വഹും യുജാദിലൂന ഫില്ലാഹ്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവർ തർക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ മിന്നൽ ആ ശിക്ഷ ബാധിപ്പിക്കുന്നു എന്നിങ്ങനെ ആശയം വരുന്ന 1-2 ആയത്തുകൾ. അത് ഈ പറഞ്ഞ ആമിറിൻ്റെയും അർബദിൻ്റെയും വിഷയത്തിലാണ് 1-2 ആയത്തുകൾ ഇറങ്ങിയത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു, നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഈ 2 സംഭവങ്ങൾ മനസ്സിലാക്കിയ ബനു ആമിർ ഗോത്രക്കാർ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഇതിൻ്റെ കാര്യം ശരിയായി മനസ്സിലാക്കുകയും ബനു ആമിർ ഗോത്രക്കാർ അടുത്ത ഒരു വഫ്ദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നിയോഗിക്കുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബനു ആമിർ വഫ്ദിൻ്റെ സംഭവം അങ്ങനെയാണ്. മറ്റൊരു വഫ്ദായിരുന്നു ബനു ഹനീഫ ഗോത്രക്കാരുടെ വഫ്ദ്. ബനു ഹനീഫ ഗോത്രം ഒരുപാട് അംഗസംഖ്യയുള്ള 1000കണക്കിന് 10000കണക്കിന് ആളുകൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ഗോത്രമാണ് ബനു ഹനീഫ ഗോത്രം. അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വഫ്ദിനെ അയച്ചു. അറേബ്യയിലെ തന്നെ നല്ല വിളവെടുപ്പും കാര്യങ്ങളും ഒക്കെയുള്ള യമാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബനു ഹനീഫ ഗോത്രം. ഹിജാസിൻ്റെ അഥവാ മക്കയുടെയും മദീനയുടെ ഒക്കെ കിഴക്ക് ഭാഗത്തായി വരും യമാമ എന്ന് പറയുന്ന പ്രദേശം. അവരൊരു ഏകദേശം ഒരു 10-15 ആളുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വഫ്ദായി നിയോഗിക്കുന്നത്. അതിൽ അവരുടെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അതോടൊപ്പം മുസൈലിമത്ത് ബിൻ ഹബീബ് എന്ന് പറയുന്ന ആളുമുണ്ട്. അയാളാണ് പിന്നീട് വ്യാജ പ്രവാചകനായി വാദിച്ച അൽ കദ്ദാബ് എന്ന അപരനാമത്തിൽ പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട വ്യാജവാദിയായി മുസൈലിമ എന്നറിയപ്പെട്ടയാൾ. അയാളും ഈ വഫ്ദിലുണ്ട്. അവരുടെ നേതാക്കന്മാരും അതോടൊപ്പം മുസൈലിമ ഹബീബിൻ്റെ മകൻ മുസൈലിമയും ഈ കൂട്ടത്തിലുണ്ട്. അവർ മദീനയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ റംല ബിൻതുൽ ഹാരിസ് എന്ന് പറയുന്ന സ്വഹാബി വനിതയുടെ വീട്, കുറേ വഫ്ദുകളൊക്കെ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലായിരുന്നു അവർക്കുള്ള ആ വഫ്ദിനുള്ള പല വഫ്ദുകളുടെയും താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. അവിടെ അവർ താമസിച്ചു. ആതിഥേയ മര്യാദയൊക്കെ മുസ്ലിങ്ങൾ അവരോട് കാണിച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പള്ളിയിലേക്ക് മസ്ജിദുൻ നബവിയിലേക്ക് ആ വഫ്ദ് വരികയും മുസൈലിമ ഒഴികെ ബാക്കി എല്ലാവരും പ്രവാചകനോട് ബൈഅത്ത് ചെയ്യുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇമാം ബുഖാരി ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നതും ഹദീസിലൊക്കെ വന്ന പദപ്രയോഗമൊക്കെ. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാലത്ത് ഈ വഫ്ദിൻ്റെ കൂട്ടത്തിൽ വന്നു. ബാക്കി എല്ലാ ആളുകളും മുസ്ലിം ആയപ്പോഴും അയാളിങ്ങനെ ആളുകളുടെ മുമ്പിൽ സമൂഹത്തിൽ ഇറങ്ങി അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇൻ ജാലലി മുഹമ്മദുൽ അംറ മിൻ ബാദിഹി തബിഅതു. മുഹമ്മദിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ്റെ ആ അധികാരവും സ്ഥാനവും ഒക്കെ എനിക്ക് മുഹമ്മദ് തരികയാണെങ്കിൽ ഞാൻ മുഹമ്മദിനെ പിൻപറ്റാം, ഞാനിപ്പോൾ മുസ്ലിമാകാം. ഇതിങ്ങനെ അയാളിങ്ങനെ ആളുകളുടെ മുമ്പിൽ, അയാൾ നല്ല സംസാരശേഷിക്കുള്ള ഒരാളായിരുന്നു. അപ്പോൾ അയാളിങ്ങനെ മദീനയിലെ ഇങ്ങനെ തെരുവുകളിൽ ആളുകളോട് അയാളിങ്ങനെ വിളിച്ചു പറയും, മുഹമ്മദ് എനിക്ക് അധികാരം തരികയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ മുഹമ്മദിനെ സ്വീകരിക്കാം. അപ്പോൾ ഇയാളുടെ കൂട്ടത്തിൽ വന്ന ആളുകളൊക്കെ മുസ്ലിമായി. അപ്പോൾ ഇയാൾ മാത്രം മുസ്ലിമായില്ല. അപ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോടൊപ്പം ഇയാൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഇയാളുള്ള സ്ഥലത്തേക്ക് പ്രവാചകൻ ഇയാളുടെ അടുത്തേക്ക് പോയി. പ്രവാചകൻ്റെ കൂടെ ഒരു സ്വഹാബിയായിരുന്നു സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അപ്പോൾ ഇവരൊക്കെ മറ്റു സ്വഹാബിമാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു ഈന്തപ്പനയുടെ ഒരു കഷ്ണമുണ്ട്. ഇതുമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസൈലിമയെ കാണുന്നത്. മുസൈലിമയുടെയും അതുപോലെ തന്നെ അയാളുടെ കൂടെ വന്ന ആളുകളുടെയും ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഇയാളിങ്ങനെ ചോദിച്ചു നടക്കുകയാണല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് അങ്ങോട്ട് പറഞ്ഞു, ലൗ സഅൽതനി ഹാദിഹിൽ ഖിത്അ മാ അഅതൈതുകഹ. എൻ്റെ കയ്യിലുള്ള ഈ ഈന്തപ്പനയുടെ ഈ തണ്ട് അല്ലെങ്കിൽ ഈ ഒരു കഷ്ണം അത് ചോദിച്ച് അതാണ് നീ ചോദിക്കുന്നെങ്കിൽ പോലും അതുപോലും ഞാൻ നിനക്ക് തരില്ല. വലൻ അതഅദ്ദ അംറല്ലാഹി ഫീക്. അള്ളാഹുവിൻ്റെ വിധി നിൻ്റെ വിഷയത്തിൽ എന്താണോ കൽപ്പന അതിനേക്കാൾ അപ്പുറത്ത് മറികടന്ന് ഞാനൊന്നും പ്രവർത്തിക്കുകയില്ല. അത് ധിക്കാരമാണ് പറയുന്നത്. നിനക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിക്കാനില്ല. അള്ളാഹു നിൻ്റെ വിഷയത്തോട് തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ, അത് നടപ്പാവുക തന്നെ ചെയ്യും. വല ഇൻ അദ്ബർത ലയഅഖിറന്നക അല്ലാഹ്. നീ ഇപ്പോൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിൻ്റെ കാര്യം
അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അള്ളാഹു നിൻ്റെ കാര്യത്തിൽ നിന്നെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. വഇന്നീ ലഅറാകല്ലദീ ഉരീതു ഫീക മാ ഉരീത്. നിൻ്റെ വിഷയത്തിൽ അള്ളാഹു ചില കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, വഹി നൽകിയിട്ടുണ്ട്. അതൊക്കെയും സംഭവിക്കുക തന്നെ ചെയ്യും. നീ അത് അനുഭവിച്ചിട്ടേ, അല്ലെങ്കിൽ അത് സംഭവിച്ചിട്ടേ നിനക്ക് ഈ ലോകത്തു നിന്ന് പോകാനും കഴിയും. റസൂലുള്ളാഹി നമ്മുടെ ജീവിതകാലം നടന്ന മുത്തഫഖുൻ അലൈഹി ഹദീസിൽ വന്ന സംഭവമാണ്. അങ്ങനെ മുസൈലിമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുസൈലിമ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ സംസാരിക്കുകയും ആളുകളോട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. ഒരു സംസാരമൊക്കെ നടത്തി ആളുകൾക്കിടയിൽ തൻ്റെ ഒരു സംസാര ശേഷിയുമൊക്കെ പ്രകടിപ്പിച്ച ഒരാളാണല്ലോ. എന്നിട്ട് പ്രവാചകൻ ഇത്രമാത്രം പറഞ്ഞു എന്ന് പറഞ്ഞു, വഹാദ സാബിത്തുൻ യുജീബുക അൻ, ഇനി നിനക്കുള്ള മറുപടി സാബിത്ത് പറയും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയോടൊന്ന് പോവുകയും ചെയ്തു. അഥവാ മുസൈലിമ എന്ന മനുഷ്യൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ മാത്രം, അല്ലെങ്കിൽ ആളുകൾ കേട്ടുപോകുന്ന ശ്രദ്ധിച്ചു പോകുന്ന സംസാരശേഷിയുടെ ഉടമയായിരുന്നു. അതുകൊണ്ട് ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ അയാൾക്ക് ശേഷിയുണ്ട് എന്നും റസൂലുള്ളാഹി നമുക്ക് അറിയാം. അത് അയാൾ ഈ പറഞ്ഞ പോലെ പല മദീനയിൽ പല സ്ഥലങ്ങളിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ മുഹമ്മദ് എനിക്കതൊക്കെ തന്നാൽ ഞാൻ വേണമെങ്കിൽ മുസ്ലിമാക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഒരു സംസാരശേഷിക്ക് കിടപിടിക്കുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് മുസ്ലിം ഭാഗത്ത് നിന്ന് മറുപടി പറയണം എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് എന്ന് പറയുന്ന സ്വഹാബിയെ പ്രവാചകനെ ഏൽപ്പിച്ചത്. അദ്ദേഹം നല്ല സംസാരശേഷിയുള്ള, ആളുകൾ കേട്ടാൽ സ്വാധീനം ചെലുത്താൻ മാത്രമുള്ള വാക്കുകൾക്കുടമയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ കവി എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് അറിയപ്പെട്ടതുപോലെ പ്രവാചകൻ്റെ ഖതീബ് എന്ന് ചരിത്രത്തിൽ ചിലപ്പോൾ ഈ പറഞ്ഞ സ്വഹാബിയെ വിളിക്കാറുണ്ട്. സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ്. അദ്ദേഹവുമായി റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേര് ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലാതെയുമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു സന്ദർഭം ഒരു ശ്രദ്ധേയമായ ഒരു സന്ദർഭമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു ഉദ്ധരിക്കുകയാണ്, പ്രവാചകൻ ഒരിക്കൽ ഉറക്കത്തിലായിരുന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിക്കുകയാണ്, ബൈന അന നായിമുൻ, ഞാൻ ഒരിക്കൽ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, റഅയ്തു ഫീ യദി സിവാറൈനി മിൻ ദഹബ്, എൻ്റെ കൈകളിൽ 2 സ്വർണം കൊണ്ടുണ്ടാക്കിയ വളകൾ. അപ്പോൾ എന്താണ്, പ്രവാചകൻ പുരുഷനാണല്ലോ, എൻ്റെ കയ്യിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ, നിഷിദ്ധമായി സ്വർണം കൊണ്ടുണ്ടാക്കിയ വളകൾ എൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉറക്കത്തിൽ തന്നെ എനിക്ക് വഹി നൽകി. ആ സ്വർണ്ണ വളകളിലേക്ക് ഊതാൻ വേണ്ടി വഹി നൽകി, അതായത് ശക്തിയിൽ ഊതാൻ. അങ്ങനെ ഞാൻ ഊതിയപ്പോൾ ആ 2 വളകൾ എൻ്റെ കൈകളിൽ നിന്ന് പറന്നു പോവുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅവ്വൽതുഹുമാ കദ്ദാബൈനി യഖ്റുജാനി ബഅദി, എനിക്ക് ശേഷം വരുന്ന 2 വ്യാജവാദികളെ കുറിച്ചാണ് ഈ 2 വളകൾ നിഷിദ്ധമായ സ്വർണം എൻ്റെ കയ്യിൽ ധരിപ്പിക്കപ്പെട്ടു എന്നത് ഞാൻ ഊതിയപ്പോൾ അത് പാറിപ്പോയി എന്നതുകൊണ്ട് ഞാൻ ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നത്. അഹദുഹുമ അൽ അൻസിയു വൽ ആഖറു മുസൈലിമ, ഒന്നാമത്തേത് അസ്വദുൽ അൻസി എന്ന് പറയുന്ന പ്രവാചകൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ വ്യാജ പ്രവാചകത്വം ഉന്നയിച്ച അസ്വദ് അൽ അൻസിയും അതുപോലെ തന്നെ മറ്റേയാൾ മുസൈലിമയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വഹാബിമാർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ റസൂലിൻ്റെ ജീവിതകാലത്ത് നടന്ന പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ്. ഈ ഹദീസും അബൂ ഹുറൈറയുടെ ഈ ഹദീസും മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ബനു ഹനീഫ ഗോത്രം, അതൊക്കെ ബനു ഹനീഫ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ പേരാണ്, ഹനഫി എന്നറിയപ്പെടുന്നത്. ആ ഗോത്രത്തിലാണ് പിന്നീട് ചരിത്രത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് വരുന്നതും. ബനു ഹനീഫ ഗോത്രത്തിലെ കുറേ ആളുകൾ, ഒരുപാട് ആളുകൾ അയാളുടെ ഫിത്നയിൽ അകപ്പെട്ട്, അയാളുടെ ഈ സംസാരത്തിലും അയാളുടെ സ്വാധീനത്തിലും ഒക്കെ അകപ്പെട്ട് ഒരുപാട് ആളുകൾ ഇയാളെ പിൻപറ്റുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് മുസ്ലിങ്ങൾ അയാളെ വധിക്കുകയും ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച അന്ന് അടിമയായിരുന്ന ഖുറൈശികളുടെ അടിമയും മുശ്രിക്കുമൊക്കെ ആയിരുന്ന വഹ്ശി എന്ന മനുഷ്യനായിരുന്നു പിന്നീട് ചരിത്രത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ വധിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. യമാമ യുദ്ധം അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് നടന്ന വളരെ പ്രധാനപ്പെട്ട യുദ്ധമാണ്. ഒരുപാട് സ്വഹാബിമാർ ഷഹീദായ, ഒരുപാട് സംഭവ ബഹുലമായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ നടന്നൊരു യുദ്ധമായിരുന്നു യമാമ യുദ്ധം. അത് പിന്നീട് നടക്കുകയും മുസൈലിമ അതിൽ വധിക്കപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ ഹിജറ 9 വന്ന മറ്റൊരു വഫ്ദ്, അവരാണ് നജറാനിലെ വഫ്ദ്. നജറാൻ എന്ന് പറയുന്നത് ഇന്നും അറേബ്യയിൽ നജറാൻ എന്ന് പറയുന്ന പ്രദേശം അതേ പേരിൽ തന്നെയുണ്ട്. നജറാനിൽ യൂണിവേഴ്സിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെയുണ്ട്. നജറാൻ എന്ന് പറയുന്ന പ്രദേശം ആദ്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിനു മുൻപേ, പ്രവാചകൻ നിയോഗിതനാകുന്നതിന് മുൻപേ ക്രിസ്ത്യാനികൾ ഒരുപാട് തിങ്ങി പാർത്തിരുന്ന ഒരു പ്രദേശമായിരുന്നു നജറാൻ. അപ്പം
നജറാനിൽ അവർക്ക് ക്രിസ്തീയ പുരോഹിതന്മാർ, അവർക്ക് ചർച്ച്, സഭ, ഇതൊക്കെ അന്നുമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പറഞ്ഞ ഹിജ്റ 9 നജറാനിൽ നിന്നുള്ള ഒരു വഫ്ദ് പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കരാറിൽ ഏർപ്പെടുന്നതും അവർ പ്രവാചകന് കീഴടങ്ങുന്നതും ഇസ്ലാമിക സമൂഹത്തിനുടെ കീഴിൽ ജീവിക്കാം. നജറാനിലെ ക്രിസ്തു മതവിശ്വാസികൾ, അവരുടെ ഒരു സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അവർക്ക് ഇസ്ലാം സ്വീകരിക്കുക എന്ന ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ അതുപോലെ തന്നെ മുസ്ലിങ്ങളൊക്കെ ഓരോ ഗോത്രങ്ങളെയും അതുപോലെ തന്നെ അറേബ്യൻ ഉപദ്വീപിലെ ഒരുപാട് പ്രദേശങ്ങളുമൊക്കെ കീഴടക്കിയപ്പോൾ ഒന്നുകിൽ പ്രവാചകൻ്റെ അടുത്ത് ചെന്ന് കീഴടങ്ങി ജിസിയ കൊടുത്ത് തങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള സന്ധി ചെയ്യാം എന്ന ഒരു ഉദ്ദേശമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ഒരു ഏകദേശം 60ഓളം വരുന്ന ആളുകളാണ് നജറാനിലെ ഈ വഫ്ദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരുന്നത്. അവരെല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്ന 3 നേതാക്കന്മാരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരിലെ മൊത്തത്തിലെ നേതാവായിരുന്ന ആക്കിബ് എന്നു പേരുള്ളൊരു മനുഷ്യൻ, അതുപോലെ അവരുടെ യാത്രാ സാമഗ്രികൾ, ഇതിൻ്റെയൊക്കെ ചുമതല, യാത്രാമൃഗങ്ങൾ, ഇതിൻ്റെയൊക്കെ ചുമതലയുണ്ടായിരുന്ന അവരുടെ മറ്റൊരു നേതാവ് സയ്യിദ് എന്നു പേരുള്ളൊരു മനുഷ്യൻ, അതുപോലെ അവരുടെ ക്രിസ്തീയ പുരോഹിതനും അവരുടെ മത നേതാവുമൊക്കെ ആയിരുന്ന ഒരു അബു ഹാരിസത്ത് ബിനു അൽഖമ എന്ന് പറയുന്ന മനുഷ്യൻ. ഇങ്ങനെ 3 ആളുകൾ പ്രധാനമായും സംസാരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കണ്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വളരെ മാന്യമായി തന്നെ പെരുമാറി അവരെ ആദരിക്കുകയും ഒരു വഫ്ദ് എന്ന നിലക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒരു ആതിഥേയ മര്യാദ അവരോട് കാണിക്കുകയും ഒക്കെ ചെയ്തു. ഖുർആൻ ഒരുപാട് അവർക്ക് പാരായണം ചെയ്തു കൊടുത്തു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഒരുപാട് നേരം അവരും പ്രവാചകനും തമ്മിൽ സംസാരങ്ങളുണ്ടായി. ഒരുപാട് ഒരു തർക്കങ്ങൾ എന്ന് പറയുന്ന രൂപത്തിൽ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യും, അതുപോലെ തന്നെ അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കും. അവരിങ്ങോട്ട് പറയുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെ കൃത്യമായ മറുപടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കൊടുക്കും. പക്ഷേ എന്നിട്ടും അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിലേക്ക് തയ്യാറായില്ല. അവസാനം ഇത്രയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുബാഹലക്ക് വേണ്ടി ക്ഷണിച്ചു. മുബാഹല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അതുപോലെ തന്നെ മുൻകാലത്തുമൊക്കെ ഉണ്ടായിരുന്ന ശരി ഏത് തെറ്റേത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിച്ചിരുന്ന ഒരു സമ്പ്രദായമാണ്. അഥവാ ഈ പറഞ്ഞ 2 വിഭാഗം ആളുകളും, 2 വിഭാഗം തങ്ങളിൽ ആരാണ് ശരി എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുകയും എല്ലാ സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശാപപ്രാർത്ഥന നടത്തുകയും ചെയ്തതിനാണ് മുബാഹല എന്ന് പറയാം. അത് ഇസ്ലാമിലുള്ളൊരു സംഗതിയാണ്. വളരെ അനിവാര്യമായ ഘട്ടങ്ങൾ ഇസ്ലാമിലൊരു ഘട്ടം അങ്ങനെ ഉണ്ടാവുകയാണ് എങ്കിൽ മുബാഹല ഏത് കാലത്തും അങ്ങനെ ഒരു മുബാഹലക്ക് ഇസ്ലാമിലൊരു വഴിയും ഇസ്ലാമിലുണ്ട്. അഥവാ ആരാണോ ഞങ്ങളിൽ വ്യാജവാദിയായിട്ടുള്ളത്, ശരിയല്ലാത്തതിൽ നിലപാടിലുള്ളത്, അവർക്കുമേൽ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ശാപമുണ്ടാകട്ടെ, ലാനത്തുണ്ടാകട്ടെ എന്ന് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക. ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ മുബാഹല എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തെ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദാലിക നത്ലൂഹു അലൈക മിനൽ ആയാതി വദ്ദിക്രിൽ ഹകീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഓതിക്കൊടുക്കുന്നത്, പ്രവാചകൻ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ വ്യക്തമായ ആദരണീയമായ ദൃഷ്ടാന്തങ്ങളാണ്, ഖുർആനിലെ ആയത്തുകളാണ്. അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. ശരിയായ സത്യം, ഹക്ക്, അതൊരിക്കലും മറ്റൊരാളിൽ നിന്നോ അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നോ അല്ലോ ലഭിക്കുന്നത്. അത് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. മിർ റബ്ബിക്, പ്രവാചകരെ താങ്കളുടെ റബ്ബിൽ നിന്ന് സത്യം ലഭിക്കുകയുള്ളൂ. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. അതുകൊണ്ട് ഇവർ ഈ പറയുന്ന തർക്കങ്ങളിലും കാര്യങ്ങളിലൊന്നും ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമോ മറ്റേതെങ്കിലും ഒരു പ്രശ്നം, ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട ഒരു അവസ്ഥയോ ഇവിടെ ഇല്ല. അതുമാത്രമല്ല, ഫമൻ ഹാജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം. അറിവ് വന്നു കിട്ടിയതിനു ശേഷം പിന്നെയും താങ്കളോട് തർക്കം നടത്തുന്ന ആളുകൾ, പ്രവാചകരെ അവരോട് പറയാ, തആലൗ നദഉ അബ്നാഅന വ അബ്നാഅക്കും. വരൂ, നദഉ അബ്നാഅന വ അബ്നാഅക്കും, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ വിളിക്കാം, ഞങ്ങളുടെ ആളുകളെ വിളിക്കാം. അബ്നാഅക്കും, നിങ്ങളുടെ ആളുകളെ നിങ്ങളും വിളിക്കൂ. വനിസാഅന വനിസാഅക്കും, ഞങ്ങളുടെ ഭാര്യമാരെയും സ്ത്രീകളെയും പെൺകുട്ടികളൊക്കെ ഞങ്ങൾ വിളിക്കാം. എല്ലാവരും വരട്ടെ, നിങ്ങൾ നിങ്ങളുടെ ആളുകളെയും വിളിക്കും. അഥവാ എല്ലാവരും വരട്ടെ. വാൻഫുസന വാൻഫുസക്കും, സ്വയം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരുമിച്ച് കൂടട്ടെ. സുമ്മ നബ്തഹിൽ, പിന്നെ നമുക്ക് മുബാഹല നടത്താം. നബ്തഹിൽ എന്ന് പറഞ്ഞാൽ മുബാഹല നടത്തുക. ഫനജഅൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ, അങ്ങനെ കാദിബീങ്ങളുടെ
വ്യാജവാദികൾ ആരാണോ അവരുടെ മേൽ ലാനത്ത്, അള്ളാഹുവിൻ്റെ ലാനത്ത് ഉണ്ടാകട്ടെ, അവർ നശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഉണ്ടായിത്തീരട്ടെ. പക്ഷേ അത് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞത് അംഗീകരിച്ചു. റസൂൽ അത് അംഗീകരിച്ചു, എന്നാൽ നമുക്ക് മുബാഹ നടത്താം. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര പേടിയായി. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, റസൂൽ ഈ പറഞ്ഞ ഇതെങ്ങാനും സത്യമാണെങ്കിൽ നമ്മളെങ്ങാനും മുബാഹല നടത്തി പരസ്പരം ഫലാഅന്ന, ഞങ്ങളെങ്ങാനും പരസ്പരം അള്ളാഹുവിൻ്റെ ലാനത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരിക്കലും നമുക്കൊരു വഴിയും ഒരു വിജയിക്കാനുള്ള ഒരു സ്കോപ്പും പിന്നെ ഉണ്ടാവില്ല, നമ്മൾ നശിച്ചത് തന്നെ എന്ന് ഈ പറഞ്ഞ ആളുകൾ, ആ പറഞ്ഞ 3 ആളുകളൊക്കെ പരസ്പരം സംസാരിക്കുകയും അവസാനം മുസ്ലിം ആയില്ലെങ്കിലും ജിസിയ കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽക്കോയ്മ ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ ജീവിക്കാം എന്ന് തീരുമാനിക്കുകയുമാണ് അവർ ചെയ്തത്. അതിൽ അവരുടെ ജിസിയ അവർ നൽകേണ്ടതായി തീരുമാനിച്ചത് അന്ന് അതിൽപ്പെട്ട ഒന്ന് 2000 ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രത്തിനുമേലെ ധരിക്കുന്ന ഒന്നാണെന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിഥികൾ വരുമ്പോഴും അതുപോലെ വഫ്ദുകൾ വരുമ്പോഴൊക്കെ സ്വീകരിക്കാൻ പ്രവാചകൻ പ്രത്യേകം ഒരു ഹുല്ലത്തുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ കുറച്ച് വില കൂടിയ വസ്ത്രമാണ് ഹുല്ലത്ത്. അപ്പോൾ അന്നത്തെ കാലത്ത് വസ്ത്രത്തിന് ദൗർലഭ്യമുണ്ട്. എല്ലാവർക്കും യഥേഷ്ടം വാങ്ങി മാറി മാറി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല വസ്ത്രം. ആളുകളൊക്കെ പരസ്പരം ഹദിയ കൊടുക്കുകയും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയതുപോലെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ തന്നെ അള്ളാഹു പാപമോചനം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ കൊടുക്കാനൊന്നുമില്ല, അപ്പോൾ കൊടുക്കാൻ മാത്രമുള്ളൊരു സമ്മാനമായി, ഒരു ഹദിയയ്ക്ക് കൊടുക്കാൻ മാത്രമുള്ളൊരു സമ്പത്തായിട്ടാണ് അവർ വസ്ത്രങ്ങളെ കണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വസ്ത്രങ്ങളന്ന് അധികം ഇല്ലല്ലോ. അപ്പോൾ ഈ വസ്ത്രം 2000 വസ്ത്രം, അതിൽ 1000 സഫർ മാസത്തിലും പിന്നത്തെ 1000 റജബ് മാസത്തിലും കൊടുക്കണം എന്ന വ്യവസ്ഥയിൽ അവരോട് ഒരു ജിസിയ കൊടുത്ത് അവർ ഇസ്ലാമിനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടമ്പടി ചെയ്യുകയും ചെയ്തു. അതിന് പകരം അവർക്കന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരുപാട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപ് യഹൂദികളോടും അതുപോലെ തന്നെ പല ഗോത്രങ്ങളോടും ഒക്കെ നടത്തിയ ഉടമ്പടികൾ നമ്മൾ മദീനയിലെത്തിയ ആ സമയത്ത് ഹിജ്റയുടെ സമയത്ത് വിശദീകരിച്ചിരുന്നല്ലോ. അല്ലാ തുഹ്ദമ ലഹും ബിഅ, അവരുടെ ഒരു മഠമോ ഒരു ആശ്രയമോ ഒരു ക്രിസ്തീയ ദേവാലയമോ തകർക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് തീവ്രവാദാത്മകമായ പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നവരുമായ ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം കൂടിയാണ്. അല്ല തുഹ്ദമ ലഹും ബിഅ, ഇതൊക്കെ എഴുതിയാണെന്ന് കൊടുത്തത് അത് കാണാൻ കഴിയും. അതൊക്കെ എഴുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് എഴുത്തുകാരെ കൊണ്ട് എഴുതി ഉടമ്പടി ചെയ്ത് ഈ പറഞ്ഞ അവർ തരേണ്ടതും ഇസ്ലാമിക സമൂഹം, മുസ്ലിം സമൂഹം അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷനും അവർക്ക് ഈ സമൂഹത്തിൽ വളരെ സ്വതന്ത്രമായി ജീവിക്കാമെന്നതൊക്കെ കൃത്യമായി കരാർ അന്ന് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അവരുടെ ഒരു മഠമോ ഒരു ദേവാലയമോ തകർക്കപ്പെടുകയില്ല. വലാ യുഖ്റജ ലഹും ഖുസ്സുൻ, അവരുടെ ഒരു പുരോഹിതനോ അന്യായമായി അയാളെ നാട് കടത്തുകയോ അയാളെ ഉപദ്രവിക്കുകയില്ല. വലാ യുഫ്തനു അൻ ദീനിഹിം, അവരൊരു ക്രിസ്ത്യാനിയായി എന്നതിൻ്റെ പേരിൽ മുസ്ലിം സമൂഹം എന്ത് ചെയ്യില്ല, ഇനി അവരെ ആക്രമിക്കില്ല. ഇനി ഒരു മുസ്ലിം അല്ല ക്രിസ്ത്യാനിയാണ് എന്നതിൻ്റെ പേരിൽ ഒരു അന്യായമോ ഒരു മറ്റേ വിധത്തിൽ ഉപദ്രവമോ അവർക്ക് നേരിടേണ്ടി വരികയില്ല. ഈ പറഞ്ഞ നമ്മൾ ചെയ്ത ഉടമ്പടികളിൽ അവർ വീഴ്ച വരുത്തിയാൽ ഇതൊക്കെ അസാധുവാകും. അതുവരെ അവരിങ്ങോട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് വരെ ഉണ്ടാവുകയില്ല. മാലം യുഹദിഥു ഹദസൻ ഔ യഅകുലു റിബൻ. അതുപോലെ തന്നെ മറ്റൊരു ഒന്നായിരുന്നു, അവരെന്തെങ്കിലും ഇങ്ങോട്ട് അക്രമങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുകയോ പ്രവാചകനെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയോ ഗൂഢാലോചന അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്താൽ ഇത് അസാധുവാകും. അതുപോലെ തന്നെ മറ്റൊരു നിബന്ധനയാണ് ഔ യഅകുലു റിബൻ, അല്ലെങ്കിൽ പലിശ തിന്നുന്നത് വരെ. പലിശയും അവരുടെ സമൂഹത്തിൽ പാടില്ല എന്നത് റസൂലുള്ളാഹി അങ്ങോട്ട് വെച്ച ഡിമാൻഡുകളിൽപ്പെട്ട ഒന്നാണ്. പലിശ പാടില്ല. അത് ഇസ്ലാമിക സമൂഹത്തിൽ പലിശയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ തന്നെ അതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ അത്രയേറെ സ്വാധീനം ചെലുത്തുന്ന, പ്രത്യേകിച്ച് ക്രിസ്തു മതവിശ്വാസികളും അതിലേറെ ജൂതന്മാരും, അവരാ സമൂഹത്തിൽ പലിശയുടെ ഇന്നുപോലും ജൂത സമൂഹം പോലുള്ള പലിശയുടെ ഏറ്റവും വലിയ കുത്തക ഏറ്റെടുത്ത ആളുകളാണല്ലോ. ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി തന്നെ താറുമാറാക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് ഈ പലിശ. അപ്പോൾ അതിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പലിശ വാങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ട് എതിരായ പ്രവർത്തനങ്ങൾ വേറെ എന്തെങ്കിലും നടത്തുകയോ ചെയ്യുന്നത് വരെ ഈ കരാറുണ്ടാവും. നിങ്ങൾ ഇങ്ങോട്ട് 2000 ഹുല്ലത്തുകൾ നൽകുക, അതിനപ്പുറം മുസ്ലിം സമൂഹം നിങ്ങൾക്ക് ഈ പ്രൊട്ടക്ഷൻ നൽകും. അവരത് അംഗീകരിക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് എഴുതി അവർ ആ കരാർ അവരുടെ കൂട്ടത്തിൽ അവർ കൊണ്ടുപോവുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നും ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഈ നജറാനിലോ അല്ലെങ്കിൽ ക്രിസ്തു സമൂഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കരാർ എന്ന പേരിലൊക്കെ പല എഴുത്തുകളും ഒക്കെ പ്രചരിക്കുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ കഴിയും. അതിനൊക്കെ സത്യാവസ്ഥ അല്ലാഹു ആലം. ഏതായിരുന്നാലും അന്ന് അങ്ങനെ ഒരു രേഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അത് എഴുതുകയും അവരുടെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ പറഞ്ഞ ഈ ജിസിയ സ്വീകരിക്കാൻ വേണ്ടി ഈ സമ്പത്ത് കൊണ്ടുപോകാൻ വേണ്ടിയും അതുപോലെ അവർക്കിടയിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെയുള്ള
ഈ കാര്യങ്ങൾ ഇനി മുസ്ലിം സമൂഹത്തിൻ്റെ ഭരണത്തിന് കീഴിലാണല്ലോ നജ്റാൻ വരിക. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയും ഒരു മനുഷ്യനെ നിങ്ങൾക്കിടയിൽ നിന്ന് വിട്ടുതരണം എന്ന് ഇവരങ്ങോട്ട് ആവശ്യപ്പെട്ടു. റസൂലിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഒരു നീതിമാനായ വിശ്വസ്തനായ സത്യസന്ധനായ വിശ്വസിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആ മനുഷ്യൻ്റെ ക്വാളിറ്റിയായി ഈ നജ്റാനിലെ ആളുകൾ പറഞ്ഞത് വിശ്വസ്തനായ ഒരു മനുഷ്യൻ എന്നതാണ്. ഒരു അമീനായ ഒരു മനുഷ്യൻ നിങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുതരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് നോക്കി പ്രവാചകൻ പറയുന്നു, അബഅസന്ന മഅകും റജുലൻ അമീനൻ ഹഖ്ഖ അമീനിൻ, വളരെ സത്യസന്ധനായ നീതിമാനായ അമീനായ വിശ്വസ്തനായ ഒരു മനുഷ്യനെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വിട്ടുതരാം. അപ്പോൾ സ്വഹാബിമാരൊക്കെ അടുത്തുണ്ട്. അപ്പോൾ സ്വഹാബിമാരൊക്കെ പ്രവാചകനെ നോക്കി, ആരെ ആയിരിക്കും റസൂൽ ഒരു അമീനായ സത്യസന്ധനായ വിശ്വസ്തനായ ഒരു മനുഷ്യനായി നമ്മളിൽ നിന്ന് ഈ പറഞ്ഞ നജ്റാനിലെ ആളുകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ ശ്രമിക്കാം. അന്ന് പിൽക്കാലത്തൊരു സ്വഹാബിയുടെ വിളിപ്പേര് കൂടിയായ ഒന്ന് ഈ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഈ സന്ദർഭത്തോടു കൂടിയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്കിടയിലേക്ക് നോക്കി എന്നിട്ട് വിളിച്ചു, ഖും യാ അബാ ഉബൈദ, അബൂ ഉബൈദ എഴുന്നേൽക്കൂ. അബൂ ഉബൈദ എഴുന്നേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് സ്വഹാബിമാരും ഈ നജ്റാനിലെ ആളുകളൊക്കെ നോക്കി നിൽക്കി പറഞ്ഞു, ഹാദാ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ അമീൻ വിശ്വസ്തൻ എന്നറിയപ്പെടുന്നത് അബൂ ഉബൈദയാണ്. അബൂ ഉബൈദയെ നിങ്ങളുടെ കൂടെ ഇതിൻ്റെ ചുമതലക്കാരനായി അയക്കുന്നു എന്ന് പറയുകയും ചെയ്തു. മറ്റൊരു റിപ്പോർട്ടിൽ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ യമൻകാരായ ആളുകൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വിശ്വസ്തനായ ഇസ്ലാമിനെക്കുറിച്ചും താങ്കളുടെ സുന്നത്തിനെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഒരാളെ നമുക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ ആ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ റളിയല്ലാഹു കൈ പിടിക്കുകയും ഹാദ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് പറഞ്ഞതായി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നജ്റാനിലെ ആളുകൾ പിന്നീട് അവരുടെ വഫ്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു പോയി. അതുപോലെ തന്നെ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് എന്ന് പറയുന്ന ആ 10 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാരിൽ ഒരാൾ കൂടിയാണ് അബൂ ഉബൈദ. അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വവും കൂടി ഈ വേളയിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീടും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രസക്തമായ സുപ്രധാനമായ സന്ദർഭങ്ങൾ വരുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി സ്വഹാബിമാർ തമ്മിൽ അൻസാരികൾ തമ്മിൽ നേതൃസ്ഥാനത്തേക്ക് ഇനി ആരാണ് വരുന്നത് എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ഇടയിലേക്ക് വന്ന് ബനു സായിദ ഗോത്രത്തിൻ്റെ ആ മുറ്റത്തേക്ക് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരം നടത്തുകയും ആ സംസാരത്തിൻ്റെ അവസാനം ഒരു കൈയുടെ അറ്റത്ത് 2 കൈകളിൽ പിടിച്ച് 2 ആളുകളുടെ കൈകൾ ഉയർത്തിപ്പിടിച്ച്, ഈ 2 ആളുകളിൽ ആരെയെങ്കിലും നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം റസൂലിൻ്റെ പിൻഗാമിയാകാൻ യോഗ്യതയുള്ള ആളുകൾ 2 ആളുകളുമുണ്ട് എന്ന് പറഞ്ഞ ആളുകളിൽ ഒരാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നുവെങ്കിൽ അപ്പുറത്തെയാൾ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം അത്രമാത്രം പ്രസക്തനും അത് ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ടതും വളരെ മഹത്വമുള്ളതുമായ ഒരു സ്വഹാബി കൂടിയാണ്. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മഹത്വം കൂടി ഈ ഒരു ഹദീസിൽ നിന്ന് ഈ നജ്റാൻ ഗോത്രത്തിലെ വഫ്ദിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായിരുന്നാലും ഇതോടുകൂടി വഫ്ദുകളുടെ ചരിത്രം കൂടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വഫ്ദുകൾ ഉണ്ട്, പക്ഷേ എന്നാലും ഇനിയും ദൈർഘ്യത്തോടുകൂടി വഫ്ദുകളുടെ ചരിത്രം ഇനി വിശദീകരിക്കുന്നില്ല. ഏകദേശം ഒരു 10-20ഓളം വഫ്ദുകൾ, പ്രധാനപ്പെട്ട വഫ്ദുകളെക്കുറിച്ച് നമ്മൾ വിശദമായി വിശദീകരിച്ചു. പ്രധാനപ്പെട്ട സംഭവങ്ങൾ എടുത്തു പറഞ്ഞു. ഒരുപാട് ഗുണപാഠങ്ങൾ ഓരോ വഫ്ദുകളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. ഇനിയും ഒരുപാട് വഫ്ദുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ അടുത്ത് വന്നിട്ടുണ്ട്. അവയൊക്കെയും വരികയും പലരും അധികം ആളുകളും ഇസ്ലാം സ്വീകരിക്കുകയും എത്തിച്ചുകയും തിരിച്ചു പോവുകയുമാണ് ഉണ്ടായത്. ഏതായാലും നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ആ പ്രവാചകൻ്റെ ആദർശവും നയനിലപാടുകളും മര്യാദകളും സ്വഭാവ ഗുണങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും സ്വഹാബിമാരുടെ ജീവിതത്തിലെ ഇത്തരം സന്ദർഭങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ അവരുടെ മഹത്വവും അവരുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹ്.